യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. 12-ാം അധ്യായം മുഴുവനും എഴുതിയിരിക്കുന്നത് എൻ്റെ കൃപ മതി, അത് ബലഹീനതയിൽ നിങ്ങളെ ശക്തരാക്കും. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് തക്ക സമയത്ത് കൃപ വെളിപ്പെടേണ്ട എന്ത് ചെയ്യണം? തക്ക സമയത്ത് വെളിപ്പെടേണ്ട ഒരു കൃപയാണ് നമുക്ക് ഈ ദിവസങ്ങൾ ആവശ്യം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. വീണ്ടും ഇവിടെ 13-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിക്കും. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന 3-ാമത്തെ പ്രാവശ്യവും ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്, പ്രിപ്പയർ ആയിട്ടിരുന്നോളാൻ. 2-3 സാക്ഷികൾ. അപ്പം ഇവിടെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നേരത്തെ പുള്ളി പല കാര്യങ്ങൾ അറിയുന്നുണ്ട്, അവിടുത്തെ റിപ്പോർട്ടുകളൊക്കെ അറിയുന്നുണ്ട്. അവിടെ ഇപ്പോഴും കഴിഞ്ഞ അധ്യായം നമ്മൾ അവസാനിച്ച 12-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലൊക്കെ ഇവിടെ ഇപ്പോഴും എന്തുണ്ട്? ഇത്രയും ഉപദേശിച്ചിട്ട് ഇവർ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നില്ല. ഒരു കാലത്ത് കൃപാവരങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അതിൻ്റെ അങ്ങ് ഇതിൽ നിൽക്കും. എനിക്ക് ആത്മീയമായിട്ട് അറിയാം, എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട. ഈ സഭയിൽ ഇപ്പോഴും എന്തുണ്ടോ എന്ന് ഞാൻ അറിയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ലിസ്റ്റൊക്കെ നമ്മൾ വായിച്ചല്ലോ. സ്വാർത്ഥതയും അസൂയയും കോപവും ഏഷണി പറച്ചിലും. ആ ലിസ്റ്റ് ഒന്ന് വായിച്ചു ഒന്നുകൂടി. 20 എല്ലാം സഭയിലുണ്ട്. അവസാനം ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് എത്ര വർഷം കൊണ്ടാണ് ഇത് എഴുതിയത്? 10-15 വർഷം കൊണ്ടായി 1ഉം 2ഉം എഴുതിയത്. ഇതിൻ്റെ 2 കൊരിന്ത്യൻ്റെ അവസാനത്തിൽ പറയുക 20-ാമത്തെ വാക്യത്തിലും 21-ാമത്തെ വാക്യത്തിലും ഇപ്പോഴും നിങ്ങളുടെ മധ്യത്തിൽ ഇതൊക്കെ എന്നാ ദൈവമക്കളെ ഒന്ന് വിട്ടുകൊടുക്കാത്ത തന്നെ അവർ ദൈവസന്നിധിയിൽ ഒരു പൂർണ്ണ മാനസാന്തരത്തിനായി വിട്ടുകൊടുക്കാത്ത തന്നെ എന്തോ ആയി തീർന്നു എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടല്ലോ. ഒന്ന് പൂർണ്ണമായിട്ട് ഈ കൊരിന്തിലെ സഭയ്ക്കൊന്ന് വിട്ടുകൊടുക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ വരുവാ നിങ്ങളുടെ മധ്യത്തിൽ. നിങ്ങൾ ഈ വരുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല, കൊച്ചാക്കാനല്ല, ഇവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. വരുന്നത് നിങ്ങളെ മനസ്സിലാക്കുവാൻ. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ, നമുക്കറിയാവുന്ന വാക്യമാണല്ലോ. സകല ദീർഘക്ഷമയോടുകൂടി. പറഞ്ഞാൽ ഉടനെ ആരും കേൾക്കത്തില്ല. പറഞ്ഞാൽ ഉടനെ ആരും. ഇവിടെ കൗൺസിലിങ്ങിന് പലരും വരാറുണ്ട്. അവർക്ക് വലിയ ആഗ്രഹം നമ്മളെ അങ്ങോട്ട് കൗൺസിൽ ചെയ്യണം. ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അവരാ സംസാരിക്കും. നിർത്തിയിട്ട് വേണ്ട നമ്മൾ സംസാരിക്കാൻ. പലപ്പോഴും പിന്നെ കയറി സംസാരിക്കേണ്ടി വരും. പിന്നെ ഇടയ്ക്ക് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? നിങ്ങൾക്കല്ലേ പ്രോബ്ലം, എനിക്കല്ലല്ലോ പ്രോബ്ലം. പ്രോബ്ലം ആർക്കാ? നിങ്ങൾക്ക്. അത് പറയാനും അത് കേൾക്കാനും ഒരാളും ഒക്കെ ആയിട്ടല്ലേ നിങ്ങൾ വന്നത്? ഒരു ആലോചന കേൾക്കാനല്ലേ നിങ്ങൾ വന്നത് എന്ന് ചോദിക്കേണ്ട വന്നിട്ടുണ്ട് ചിലരോട്. അപ്പോഴത്തേക്ക് പിന്നെ അവർക്ക് പിണക്കല്ലേ. ഈ ഉപദേശിക്കുക എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ ഉള്ള ഒരു മനസ്സില്ലാതിരിക്കുന്ന ഒരവസ്ഥ. പരിശുദ്ധാത്മാവിലാണല്ലോ ദൈവദാസന്മാർ ഉപദേശിക്കുന്നത്, കർത്താവുമായിട്ട് ബന്ധമുള്ളവർ. അപ്പം ആ പൗലോസ് പറയുക, തിമോത്തിയോസിനോട് പറയുക, നീ അങ്ങോട്ട് ആദ്യം എളുപ്പമായിരുന്നു. പത്രോസിൻ്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് സ്നാനപ്പെട്ടത്. ആദ്യത്തെ പ്രസംഗം, അത് ആദ്യ കാലഘട്ടമായി. അന്ന് അവർക്ക് കർത്താവിനെ അറിയത്തില്ലായിരുന്നു. പുതിയതായിട്ട് ഈ രക്ഷയെപ്പറ്റി കേട്ടപ്പോൾ ഭയങ്കര, നമുക്കൊക്കെ അറിയത്തില്ലേ, കേട്ടുടനെ നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. നമ്മൾ ഈ രക്ഷിക്കപ്പെടുന്ന സമയം, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മൾ തിരിഞ്ഞ് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ വചനം കേട്ടു, കംപ്ലീറ്റ് സമർപ്പണമാണ്. അതുകൊണ്ട് നമ്മുടെ പഴയ വ്യക്തിത്വം പെട്ടെന്ന് മാറി ഒരു പുതിയ വ്യക്തിത്വമായി കർത്താവിൽ ക്രിസ്തുവിൽ സമർപ്പിച്ചു. ഈ സ്പീഡ് രൂപാന്തരത്തിന് പിന്നീട് അങ്ങോട്ട് കാണുന്നില്ല, പിന്നീട് അങ്ങോട്ട് സമർപ്പിക്കുന്നില്ല. പിന്നീട് എന്തോ ഒന്ന് സ്തുതിക്കുവാൻ, ഒന്ന് ആ രക്ഷിക്കപ്പെട്ട സമയത്തൊക്കെ നമുക്ക് എന്തുമായിരുന്നു എരിവും തീഷ്ണതയൊക്കെ ഇല്ലേ? കർത്താവിന് വേണ്ടി എന്ത് തീരുമാനം എടുത്തു, എന്ത് വില കൊടുക്കാൻ. ഇപ്പം അത് ആ ഒരു ജോഷ്, ആ ഒരു കരിഷ്മ, ആ ഒരു എരിവ്, ആ ഒരു ഉത്സാഹം ഒന്നുമില്ല. അതുകൊണ്ട് തിമോത്തിയോസിനോട് പറയുക, നീ പറയുന്നുണ്ടെങ്കിൽ അവർ കേൾക്കത്തൊന്നുമില്ല. അവരിങ്ങോട്ട് വായിട്ടടിക്കും. എന്നെ പൊട്ടനെന്ന് വിളിച്ചു, എന്നെ പ്രാന്തനെന്ന് വിളിച്ചു, കർത്താവിനെ വിളിച്ചു, കാശിന് വേണ്ടി ജീവിക്കുക. കൊരിന്ത്യ സഭ എന്തൊക്കെ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ചില അധ്യായങ്ങൾ വായിച്ചല്ലേ, ആരാന്ന് അറിയത്തില്ല. പിന്നെ ഇടയ്ക്ക് പുള്ളി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പൗലോസ് പറഞ്ഞു, ആരാ ഞാൻ. യെരുശലേമൊക്കെ വിട്ടിട്ട് താൻ ഇവിടെ വന്ന് കൊരിന്തിൽ വന്നിട്ട് ഇവരുടെ മധ്യത്തിൽ എന്തോ തൻ്റെ കാര്യം നേടാൻ വേണ്ടി തൻ്റെ ഏതോ ആവശ്യത്തിന് വന്നിട്ട് ഇവിടെ വന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കാൻ, വീണ്ടും ഞങ്ങളെ കറക്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുക. ഇതൊക്കെ അവർ പറഞ്ഞത് അറിയാവുണ്ട്. തിമോത്തിയോസിനോട് പറയുക, ഇവിടെ നമ്മളിപ്പം വായിച്ചില്ലേ, സകല ദീർഘക്ഷമയോടുകൂടി ഉപദേശിക്കുക, ശാസിക്കുക,
തർജൻ, ഇംഗ്ലീഷിൽ അത് എഴുതിയേക്കുന്നത് കൺവിൻസ് ദം, എക്സോട്ട്, ശാസിക്കുക, തെറ്റാന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് എന്തുവാ ശരി എന്നിട്ട് അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. നമുക്കെല്ലാം ഒരു സ്ട്രോങ് വ്യക്തിത്വമുണ്ട്, വലിയ പ്രോബ്ലമാണ്. പാപമാണെന്ന് തോന്നിക്കുന്നവർക്കാണ് ഏറ്റവും ഷാഠ്യം. ഞാൻ കഴിഞ്ഞ നാളുകൾ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ പൊതുവേ നോക്കുമ്പോൾ പാപമാണെന്ന് തോന്നിക്കുമല്ലോ, അവരാണ് ഏറ്റവും സ്റ്റബേൺ. ഒട്ടും പറഞ്ഞാൽ കേൾക്കത്തില്ല. പറയുമ്പോൾ അങ്ങനെ ആയിക്കോട്ടെ ഫാസ്റ്റ്, അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ചെയ്യും. അവിടെയൊക്കെ ആ ഒരു പേഴ്സണാലിറ്റി നമ്മളങ്ങോട്ട് മാറുന്നില്ല, വിട്ടുകൊടുക്കുന്നില്ല, അതാ സംഭവിക്കുന്നത്. അതുകൊണ്ട് തിമോത്തിയോസിനോട് പറയും കൺവിൻസ് ദം, പറഞ്ഞ് മനസ്സിലാക്കുക. അതാ മലയാളത്തിൽ ഉപദേശിക്കുക, ശാസിക്കുക, തർജ്ജനം ചെയ്യുവാൻ എഴുതിയിട്ടുള്ളൂ. ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന റെബ്യൂക്ക്, എക്സോട്ട് ആൻഡ് കൺവിൻസ്, അവരെ പറഞ്ഞ് മനസ്സിലാക്കില്ല. അപ്പോൾ ഈ ജോലിയാണ് ഞാനും ചെയ്യുന്നത്. തിമോത്തിയോസിനോട് പറഞ്ഞ പോലെ തന്നെ ഇവരോട് പറയുക ഈ ജോലി. അവരോട് പറയുമ്പോൾ നിങ്ങൾ ഒരു സാധാ വിശ്വാസിയാണ് തോന്നല്ല. ഞാനിന്ന് ആദ്യം നിങ്ങൾ ഉപദേശിച്ച പോലെ ഒരു സുശേഷകനാ എന്ന് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, മനസ്സിൽ കരുതിക്കൊള്ളണം. ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഒത്തിരി യാത്രയൊക്കെ കുറവുള്ളത്. നേരത്തെ ഒത്തിരി യാത്ര, അതിൽ പ്രത്യേകിച്ച് ട്രെയിനിലും ബസ്സിലും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പബ്ലിക്കുമായിട്ട് ഇടപെടേണ്ടി വരുന്നത്. പല കാര്യത്തിൽ പബ്ലിക്കുമായിട്ട് ഇടപെടും. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ 2 ദിവസം 3 ദിവസം ഒക്കെ 4 ദിവസമൊക്കെ ഇന്ത്യയുടെ അങ്ങ് അറ്റം വരെയൊക്കെ പോകണമെങ്കിൽ 3 രാത്രി 4 പകലും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി നമ്മളറിയാതെ പല കാര്യങ്ങൾ വർത്തമാനം പറഞ്ഞു പോകുമ്പോൾ അവരവിടെ നിന്ന് പല കാര്യങ്ങൾ കാണിക്കും, പല പാട്ടുകൾ പാടും, സിനിമ പാട്ടുകൾ പാടും, പല കാര്യം അതൊക്കെ കേട്ടും ചിരിക്കാനും ഒക്കെ നമ്മൾ ചിലപ്പോൾ ഇരുന്നിരിക്കും. അവിടെ ആദ്യമേ നമ്മൾ എന്ത് പരിചയപ്പെടുത്തിക്കണം, ഞാനൊരു സുവിശേഷകനാണ്. നാണംകേട് വല്ലതും ഉണ്ടോ അതിൻ്റെ അകത്ത്? തെറ്റു വല്ലതും ഉണ്ടോ അതിൻ്റെ അകത്ത്? ശരിക്കും നിങ്ങൾ ആരാ? ബോധ്യമില്ല, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ശരിക്കും നിങ്ങൾ ആരാ? പത്രോസ് എന്തുവാ നിങ്ങളെ ഓർപ്പിച്ചത്? ഒരു സുവിശേഷകൻ്റെ വേല ചെയ്യുക എന്ന് വേറൊരു ഭാഗത്ത് പൗലോസ് പറയുമ്പോൾ പത്രോസ് എന്തുവാ പറഞ്ഞത്? നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ, അതൊക്കെ പറയുവാനല്ല, ഘോഷിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജകീയ പുരോഹിത, അതാ നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ കൂട്ടം. ഒരു വർഗം എന്ന് പറയുവാൻ കാരണം നമ്മുടെ കൂട്ടം അതാണ്, ഒരു ഗ്രൂപ്പാണ്. We are called for that. Hallelujah. ഘോഷിക്കുവാൻ, എൻ്റെ യേശു ആ കർത്താവിൽ കൂടെയുള്ള രക്ഷ ഘോഷിക്കുവാൻ, എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത വിടുതൽ, എനിക്ക് തന്ന സൗഖ്യം, എന്തൊക്കെ കർത്താവിന് ചെയ്യുവാൻ കഴിയും, ഞാൻ പഠിക്കുന്ന വചനത്തിൻ്റെ പ്രമാണം ഇന്നതാണെന്ന് ഘോഷിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പുരോഹിതന്മാരാണ്. ശുശ്രൂഷകരാണോ? അപ്പോൾ ആദ്യമേ നമ്മൾ എന്ത് പറയണം? എവിടെ ചെന്നാലും ആരെ പരിചയം, ഞാനൊരു അപ്പം പിന്നെ അറിയാതെ നമ്മുടെ അടുത്തുനിന്ന് വർത്തമാനം പറയാൻ പറ്റാത്ത വർത്തമാനങ്ങളും വരത്തില്ല. അവരും നമ്മളിൽ നിന്നൊരു ഡിസ്റ്റൻസ് ഇച്ചിരി മാറിയിരിക്കുന്നത്, അത് പറയുന്നുണ്ട്, അവർ ഇച്ചിരി മാറിയിരിക്കും. സ്തോത്രം, ഒരു കുഴപ്പമില്ല. നമ്മുടെ നമുക്ക് സൂക്ഷിക്കാം, നമ്മുടെ ചെവി സൂക്ഷിക്കാം, നമ്മുടെ കണ്ണ് സൂക്ഷിക്കാം. അവർ തന്നെ നമ്മളെ നോക്കുന്ന പിന്നെ ആരായിട്ടാണ്? ഒരു സാധാരണ വ്യക്തിയായിട്ടല്ല. കണ്ണ് പോകേണ്ട അടുത്ത് കണ്ണ് പോകത്തില്ല, വർത്തമാനം പറയേണ്ട അടുത്ത് വർത്തമാനം പറയത്തില്ല. നമ്മളെയും സൂക്ഷിക്കും, അവരും നമ്മളെ ശ്രദ്ധിക്കും. വളരെ നല്ലത്. അതുകൊണ്ട് കൊരിന്ത്യ സഭയെ പറയുക, നിങ്ങൾ തുടങ്ങിയത് എങ്ങനെയാ? ഒരു സുവിശേഷകരായിട്ടാണ്. അതിനുവേണ്ടിയാണ് കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്തത്, അതിനുവേണ്ടിയാണ് നിങ്ങൾക്ക് കൃപാവരങ്ങൾ തന്നത്. കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾക്ക് എന്ത് കർത്താവ് കൊടുത്തു? കൃപാവരങ്ങൾ കൊടുത്തു. ഇപ്പോൾ അവർ മറന്നുപോയി, അവർ സുവിശേഷകരാകും. ഒരു സാധാ വിശ്വാസി എന്നുള്ളൊരു മട്ടിൽ അങ്ങിരിക്കുക. പഴയ നിയമമല്ല ഇത്, ഇവിടെ സാധാ വിശ്വാസി ഒന്നുമില്ല. അതുകൊണ്ട് ഇവരെ വീണ്ടും ഓർപ്പിക്കുക. 2ാമത്തെ വാക്യം വായിച്ച് ചേർത്ത്, ഞാൻ 2ാം പ്രാവശ്യം നിങ്ങളിടയിൽ ഇരുന്നപ്പോൾ ഞാൻ വീണ്ടും വന്നാൽ ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ ദൂരത്തിരുന്നുകൊണ്ട് ആ പാപം ചെയ്തവരോടും മറ്റെല്ലാവരോടും കൂടി മുൻകൂട്ടി പറയും. 2ാമത്തെ പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം 3ാമത്തെ പ്രാവശ്യം വരാൻ പോവാ. ഞാൻ ഒട്ടും ക്ഷമിക്കത്തില്ല, ഒരു വിട്ടുവീഴ്ചയില്ല. തനിക്ക് സ്നേഹമുണ്ട്. കഴിഞ്ഞ 2 അധ്യായത്തിൽ, ഈ അധ്യായത്തിൽ താഴോട്ട് വരുമ്പോൾ മക്കളെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുന്നു. പക്ഷേ വിട്ടുവീഴ്ച ഞാൻ ചെയ്താൽ എന്തോ ശരിക്കും സംഭവിക്കുന്നത്? നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ എന്തോ സംഭവിക്കും? നമ്മുടെ പിള്ളേർ എന്തെങ്കിലും കള്ളത്തരം കാണിക്കും, പോട്ടെ, എന്തോ സംഭവിക്കുന്നു? വലിയ കള്ളന്മാരായി തീരും. നമ്മുടെ പിള്ളേർ എന്തെങ്കിലും ഒരു തെറ്റ്, നമ്മൾ അവരെ ഡിസിപ്ലിൻ ചെയ്യുവാൻ ട്രെയിൻ ചെയ്യാനല്ലേ പേരൻസിനെ ആക്കിയിരിക്കുക. ഞാൻ എപ്പോഴും അവരോട് ഉപദേശിക്കുമ്പോൾ അവർക്ക് അങ്ങ് ഇഷ്ടക്കേട്, അതുകൊണ്ട് ഞാൻ വിട്ടുകൊടുത്തേക്കാം. അവർ തോന്നിയവാസം പോകും, തലതെറിച്ചതായിട്ട് നടക്കും, ഇല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് അവർക്ക് ഇഷ്ടമല്ലെങ്കിലും, നമുക്കും ഈ ജോലി ഇഷ്ടമല്ലെങ്കിലും ഒത്തിരി ഡിസിപ്ലിൻ ചെയ്ത് നമുക്കും ഇഷ്ടമല്ല, വിഷമമാണ്. എപ്പോഴും ഡിസിപ്ലിൻ ചെയ്ത് ഒരിടത്ത് പോയി ശാന്തമായിട്ടിരുന്നിട്ട് നമ്മൾ തന്നെ ഒരു ദീർഘശ്വാസം വിടും. ഇത് ഇഷ്ടമായിട്ട് ചെയ്യുന്നതല്ല, ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. നിൻ്റെ അനിയൻ എന്തിയേ എന്ന് കൈനോട് ചോദിച്ച പോലെ നിൻ്റെ മക്കൾ എന്തിയേ എന്ന് നമ്മളോട് ചോദിക്കപ്പെട്ടിരിക്കുന്ന പേരൻസിനോട്
വരും ദിവസങ്ങൾ അവരെയും ദൈവം നിർത്തുന്നിടത്തും അയക്കുന്നിടത്തും സുവിശേഷകരായിട്ട് നിർത്തുവാൻ ട്രെയിൻ ചെയ്യാനായിട്ട് അപ്പനെ അമ്മയും ആക്കിയിരിക്കുന്നത്. ബാക്കി ജോലിയൊക്കെ എന്തെങ്കിലും അവരെ പഠിക്കാൻ അവരുടെ കപ്പാസിറ്റി ഒക്കെ അനുസരിച്ച് അവർ ജോലി ചെയ്യും. അതിനൊന്നും അല്ല പ്രാധാന്യം. ജോലി ചെയ്യുന്നത് എന്തിനാ? ജസ്റ്റ് അവരുടെ വാടകയും അവരുടെ ചിലവും അവരുടെ EMIയും അവരുടെ ജീവിത മക്കളുടെ കാര്യങ്ങൾ ഫീസും ആഹാരവും ഒക്കെ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ജോലി. അത്രയേ ഉള്ളൂ അതിൻ്റെ പ്രാധാന്യം. പക്ഷേ അതൊന്നും കണക്ക് ചോദിക്കത്തില്ല. നീ വേണ്ട പോലെ ജോലി ചെയ്തോ, വേണ്ട പോലെ ഇൻവെസ്റ്റ് ചെയ്തോ എന്ന് ഒരു ലൈൻ പോലും എൻ്റെ കർത്താവ് ചോദിക്കത്തില്ല. അധമനാകല്ല, കുടുംബത്തെ നോക്കാതിരിക്കല്ല എന്ന് മാത്രമേ തിരുവചനം പറയാം. അല്ലെങ്കിൽ ദൈവം തരുന്ന കപ്പാസിറ്റി അനുസരിച്ച് കുടുംബം നോക്കുക, അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. പക്ഷേ കർത്താവിന് വേണ്ടി കുടുംബം കൂടി നിന്നില്ലെങ്കിൽ കുടുംബനാഥനോട് കർത്താവ് ചോദിക്കും. പിള്ളേരെ ഡിസിപ്ലിൻ ചെയ്തില്ല അമ്മമാരോട് കർത്താവ് ചോദിക്കും. ഇതൊക്കെ വചനത്തിൻ്റെ ഉപദേശമല്ലേ? ഉൽപ്പത്തി പുസ്തകം തൊട്ട് യഹോവയായ ദൈവം കൽപ്പിച്ചിരിക്കുന്ന കാര്യമല്ലേ? അതിനൊന്നും ഒരു വിട്ടുവീഴ്ച ഇല്ല, കണക്ക് പറഞ്ഞാലേ മതി. അപ്പം ഇവിടെ പറയുന്നത് ഞാൻ വരും, ഒരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ല, നിങ്ങളെ പിടിക്കും. അങ്ങനെ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ കുറവുകളെ പറയും. കഴിഞ്ഞ പ്രാവശ്യം താൻ വന്നപ്പോഴാണ്, അല്ലെങ്കിൽ താൻ വരുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞ് ആ അധർമ്മം പ്രവർത്തിക്കുന്നവൻ എന്ത് ചെയ്യും? സഭയിൽ നിന്ന് എന്ത് ചെയ്യും? പുറത്തു കളാം. അതുപോലുള്ള പല കട്ടിയായ തീരുമാനങ്ങൾ എടുക്കും എന്ന് പറഞ്ഞാണ് താൻ വരുന്നത്. കാരണം അവർക്ക് തനിക്ക് വേറെ ഒന്നുമല്ല. അല്ലെങ്കിൽ ഈ നമ്മുടെ പിള്ളേർ തലതെറിച്ചതായി പോവും, അവർ മോശമായി പോവും, അവർ ഇല്ലാതായി പോവും, അവർ വീണ്ടും അവരുടെ കുടുംബജീവിതങ്ങൾ തുടങ്ങുമ്പോൾ അവിടും പരാജയമായി പോകും. അങ്ങനെയൊക്കെ വരാതിരിക്കാനാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നത്? തിരുവചന പ്രകാരവും ദൈവം നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങളും നമ്മൾ ഉപദേശിക്കുന്നത്. അപ്പം പൗലോസും പറയുക, നിങ്ങളുടെ വിശ്വാസം പോകും, നിങ്ങളുടെ പ്രത്യാശ പോകും, നിങ്ങളുടെ വിശുദ്ധി പോകും, നിങ്ങളുടെ ബലഹീനതകൾ തുടർന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് കൃപ ചോദിക്കുവാനൊക്കെ പറഞ്ഞിട്ടാണ് തെസ്സലോനിക്കർ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. 1 തെസ്സലോനിക്കർ 3-10 വാക്യം. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. ഇത് വെറുതെയാണോ എഴുതുന്നത്? നമ്മളിങ്ങനെ ആർക്കെങ്കിലും വേണ്ടി രാവും പകലും പ്രാർത്ഥിക്കുന്നുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന മണിക്കൂറൊന്നും സമയമൊന്നും ചോദ്യം ചെയ്ത് നിങ്ങൾക്ക് അത്യാവശ്യം പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇതിനാണോ പ്രാർത്ഥിക്കുന്നത്? ഇത് പൗലോസും അല്ലെങ്കിൽ കൂടുള്ള ടീം, സുവിശേഷ ടീം, ഞങ്ങൾ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഓരോ സഭകൾ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തം. അതിനകത്ത് ഇവിടെ പറയുക, കൊരിന്ത്യ സഭയോട് പറയുക, നിങ്ങളുടെ വിശ്വാസം കുറഞ്ഞു പോകാതിരിക്കുവാൻ, നിങ്ങളൊന്നിനും കുറവ് വരാതിരിക്കാൻ ഞങ്ങൾ രാപകൽ പ്രാർത്ഥിക്കുന്നു. അപ്പനമ്മമാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ എത്ര ഇവരെ എതിർത്താലും, ഈ കൊരിന്ത്യ ലേഖനത്തിൻ്റെ അകത്ത് മുഴുവൻ അവരെ വിളിച്ചിരിക്കുന്നതും അവരെ കൊച്ചതാക്കിയിരിക്കുന്നതും ഒക്കെ, അവരെ നിന്ദിച്ചതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് വെറുതെ എഴുതത്തില്ല. തെസ്സലോനിക്ക സഭയോടും അവിടെ പറയുന്നു, ഇവിടെ കൊരിന്ത്യ സഭയോടും പറഞ്ഞു, രാപകൽ, ഡേ ആൻഡ് നൈറ്റ് വി പ്രേ ഫോർ യു സോ ദാറ്റ് യു ഡു നോട്ട് ലാക്ക് ഇൻ ഫെയ്ത്ത്. വിശ്വാസത്തിൽ കുറവ് വരാതിരിപ്പാൻ രാപകൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ സ്നേഹം ഒന്ന് നോക്കിയേ. വീണ്ടും താഴോട്ട് 3-4 ഇത് അവസാനത്തെ അധ്യായമാണല്ലോ. അപ്പോൾ ഈ കൊരിന്ത്യരോട് പറയുന്നു, ക്രിസ്തു എന്നോട് സംസാരിക്കുന്നു എന്ന് പോലും നിങ്ങൾക്ക് എന്തില്ല. ഈ ഉപദേശിക്കുന്നൊക്കെ എന്തോ പൗലോസിൻ്റെ ഇച്ചിരി കട്ടിയായ തീരുമാനമാണ്. താൻ ഒറ്റയ്ക്കാണല്ലോ കർത്താവിന് വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനോ? കർത്താവ് എന്നോട് പറഞ്ഞ കാര്യമാണ്. നിങ്ങളതിന് പ്രൂഫൊക്കെ ചോദിച്ചില്ലേ? അതുവരെ തന്നെ വിഷമിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന നോക്കിയേ. അഭിഷക്തനാണോ, അപ്പോസ്തോലനാണോ? അതൊക്കെ നേരത്തെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പോസ്തോലന, ക്രിസ്തുവിൻ്റെ ഇഷ്ടപ്രകാരമാണ് അപ്പോസ്തോലനായത്. ഇപ്പം ചോദിക്കുക, ദൈവം നിന്നോട് സംസാരിക്കുന്നുണ്ടോ? അതിൻ്റെ പ്രൂഫ് എന്ത് ചെയ്യും? അതിൻ്റെ തുമ്പ് നിങ്ങൾ അന്വേഷിക്കും. എത്ര വേദനിപ്പിക്കുന്ന കാര്യമാണ്. തുടർന്ന് കൊരിന്ത്യ സഭയോട് പറയുവാൻ, നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ ശക്തരായി നിന്നു, പിന്നീട് നിങ്ങൾ എന്തായി തീർന്നു? ക്ഷീണിച്ചു പോയി. ക്ഷീണിച്ചു പോയതൊരു കുറ്റമായിട്ടല്ല പറയുന്നത്. പക്ഷേ ക്ഷീണത്തിൽ തുടരല്ല, എത്രയും പെട്ടെന്ന് ബലം ഏറ്റെടുത്തുകൊണ്ട് കുറവുകളെ മനസ്സിലാക്കി. പാരമ്പര്യ സ്വഭാവങ്ങൾ കാണും, ജഡിക സ്വഭാവങ്ങൾ കാണും, ക്ഷീണിപ്പിക്കുന്ന പല പോയിന്റുകൾ കാണുക. കുറവുകൾ മനസ്സിലാക്കി അവിടെയൊക്കെ കർത്താവിൻ്റെ കൃപയ്ക്കായി. ഇവിടെ പറയുന്നത്, യേശു കർത്താവ് പോലും മനുഷ്യനായിട്ട് വന്നപ്പോൾ ബലഹീനനായിരുന്നു. പക്ഷേ ക്രൂശിൽ താൻ എന്തായി തീർന്നു? പിതാവിൻ്റെ ഇഷ്ടം ചെയ്തപ്പോൾ താൻ ശക്തനായി തീർന്നു, താൻ പുനരുദ്ധാനം പ്രാപിച്ചു. അപ്പം നിങ്ങളും ബലഹീനരായിരിക്കും ഇപ്പോൾ. പക്ഷേ ഈ ബലഹീനതയിൽ പകരുന്ന ഒരു ശക്തിയെപ്പറ്റിയാണ് ഇവിടെ പറയാം. നിങ്ങളെ ശക്തരാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു സ്വർഗീയ ശക്തി, ഒരു ഉന്നത ബലം ഇല്ലേ? സ്തോത്രം. ഉന്നത വിളിയായതുകൊണ്ട് ബലവും എവിടെ നിന്ന് വരണം? കർത്താവ്. നമ്മുടെ ബലം കൊണ്ടോ ഇവിടെ നിന്നിട്ട് ബൈസെപ്സും ട്രൈസെപ്സും ഒന്നും എക്സസൈസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇതും കൊണ്ടൊന്നും നമ്മുടെ ഇങ്ങനൊന്നും നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. സാത്താന് വല്ല പേടിയുണ്ടോ? സാത്താൻ തന്നെ നിൽക്കുന്നത് ഇങ്ങനെ അലർന്ന സിംഹം പോലെ. അവനും ശക്തിയില്ല. ഈ ഇല്ലാത്തവരാണ് ഇങ്ങനെ ഈ പോസ് ചെയ്യുന്നത് കേട്ടോ. അല്ല, ആരോഗ്യമുള്ളവനെ പോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
ആരോഗ്യമുള്ളവൻ നല്ലപോലെ പണിയെടുക്കും. ആരോഗ്യമില്ലാത്തവനാണ് എൻ്റെ അടുത്ത് ആരും വരല്ല, എനിക്ക് ആരോഗ്യമൊക്കെ ഉണ്ട് എന്ന് പോസ് ചെയ്യേണ്ട ആവശ്യം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുക, നിങ്ങൾ ബലഹീനരാ, സത്യമാണ്. പക്ഷേ ഈ ബലഹീനതയിൽ നിങ്ങളെ ശക്തരാക്കുന്ന ഒരു ശക്തിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇവിടെ 3-ാമത്തെ വാക്യത്തിൽ പറയും, യേശു കർത്താവ് മനുഷ്യനായിട്ട് വന്നപ്പോൾ ബലഹീനനായിരുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തി അവന്റെ മേൽ വരുകയും പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് സമർപ്പിക്കുകയും ചെയ്തു. പുനരുദ്ധാനത്തിൽ പ്രാപിച്ച ശക്തി ലോകത്തിലായിരുന്നപ്പോഴും പ്രാപിച്ച ദൈവശക്തിയെ പറ്റി ഇവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ട്, നമ്മളൊക്കെ മനുഷ്യരാ, നമ്മളൊക്കെ ബലഹീനരാ. മനുഷ്യരായതുകൊണ്ട് ഏത് സമയത്തും തെറ്റിപ്പോകാം. താഴോട്ട് അത് വ്യക്തമായിട്ട് ഈ അധ്യായത്തിൽ അത് പറഞ്ഞിട്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. പക്ഷേ ഇവിടൊക്കെ നിങ്ങളെ ശക്തരാക്കുന്ന ഒരു ശക്തിയുണ്ട്. ആർക്കും വേണ്ട ആ ശക്തി, അത് കർത്താവിൻ്റെ കയ്യിലിരുന്നോട്ടെന്നല്ലേ. ഒരാഗ്രഹം വേണ്ടേ, ഈ ശക്തി എനിക്ക് തരണമേ. ഇത് കൊരിന്ത്യ സഭയോട് എന്തിനാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്? ഈ ശക്തിയാണ് നിങ്ങൾക്ക് കുറവ്. ഇവിടെ കണ്ടില്ലേ, ബലഹീനതയുടെ ലിസ്റ്റ് പറഞ്ഞില്ലേ, ഏഷണി, കലഹം, അസൂയ, പിണക്കം, സ്വാർത്ഥത എല്ലാം ഉണ്ട്. എല്ലാ പരിപാടിയും കയ്യിലിരിപ്പുണ്ട്. പണ്ട് ഞങ്ങൾക്ക് ഒരു കൃപാവരവും കുറവില്ലായിരുന്നു. അഭിഷേകത്തിൽ പണ്ടത്തെ പറഞ്ഞ 2 ചൂടാപാടായി പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ഞങ്ങൾ പറയുക, കാരണം വേറൊന്നും കൊണ്ടല്ല, എല്ലാവരും ഈ 2 ലൈനും പറഞ്ഞുകൊണ്ടിരിക്കുക. പണ്ട് രക്ഷിക്കപ്പെട്ട പ്രാപിച്ച സ്നാനപ്പെട്ടം അഭിഷേകം പ്രാപിച്ച പ്രാചി ഈ 2 ലൈനും പറഞ്ഞുകൊണ്ടിരിക്കുക. പുതുഭാഷകൾ ആരാധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവമക്കളെ ഒന്നും അഭിഷേകമൊക്കെ പണ്ടേ പോയി, എന്തെങ്കിലും രണ്ട് വാക്കുകളും പറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു കാര്യവുമില്ല, സ്വഭാവത്തിന് രൂപാന്തരം വരത്തില്ല, കാഴ്ചപ്പാട് മാറത്തില്ല, സ്വർഗരാജ്യത്തിന് ഒരുക്കത്തില്ല, പുതുഭാഷകൾ ആരാധിക്കാൻ. ഇതൊരു കോൺവെർസേഷൻ അല്ലേ. അന്യഭാഷയിൽ കൂടെ ആരാധിക്കുമ്പോൾ ഞാനും എൻ്റെ കർത്താവുമായിട്ട് സംസാരിക്കുമല്ലേ. എന്നും വാട്ട് ഈസ് യുവർ നെയിം, മൈ നെയിം ഈസ് സാംസണും പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ആ 2 ലൈനും പറഞ്ഞുകൊണ്ടിരിക്കുവാണോ എന്നും? ഏതൊരു കോൺവെർസേഷൻ, ഞാൻ പറഞ്ഞത് ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ അന്ന് രക്ഷിക്കപ്പെട്ടപ്പം പറഞ്ഞൊരു കോൺവെർസേഷനും പറഞ്ഞുകൊണ്ടിരിക്കുക 2 പേര്. അത് മാത്രമേ വരത്തുള്ളൂ ആ ലൈൻ. അതിങ്ങനെ ഒരു പദ്യപാരായണ പോലെ ഇങ്ങനെ പോയിക്കോട്ടെ. പുതുഭാഷകൾ ആരാധിക്കുമ്പോൾ അതിന് ബോറിംഗ് ഇല്ല. അത് നമ്മുടെ ഈ മൺപാത്രം താങ്ങുവാൻ കഴിയാത്ത ശക്തി പ്രാപിക്കുവാൻ കഴിയും. അത് നമ്മളെ അടുത്ത ലെവൽ ആത്മീയമായിട്ടും പുതിയ തീരുമാനങ്ങൾ, പുതിയ ശുദ്ധീകരണത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മളെ ശക്തരാക്കി തീർക്കും. കൊരിന്ത്യ സഭയോട് പറയവേ, ഈ ശക്തി, ഉയരത്തിലെ ശക്തിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ ശക്തിയാണ് നിങ്ങൾക്ക് കുറവുള്ളത്. അപ്പോൾ ഈ ശക്തി നിങ്ങൾ പ്രാപിക്കണം. ഈ ശക്തി നിങ്ങളുടെ മേൽ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നമ്മളിൽ പ്രവർത്തിക്കുന്ന ആത്യന്ത ശക്തിയെ പറ്റി അറിയാം. നിങ്ങൾക്ക് വാക്യം ഒന്നുകൂടെ ഓർപ്പിക്കുക. എഫേസ്യൻസ് 1:19. വിശ്വസിക്കുന്നവരുടെ മേലും ആഗ്രഹിക്കുകയും ദാഹിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന, ദാഹിക്കുന്നവരുടെ മേലാ പകരുന്നത് വേറെ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദാഹത്തോടുകൂടി വിശ്വസിക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരുടെ മേൽ, വിശുദ്ധിയോടുകൂടി നമ്മളെ തന്നെ ഒരുക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ഒരു അത്യന്ത ശക്തിയുണ്ട്. അതാണ് നമ്മളെ ഈ അപ്പൻ്റെയും അമ്മയുടെയും സ്വഭാവം, ഈ കുടുംബ സ്വഭാവം, ഈ പാരമ്പര്യ സ്വഭാവം, ഈ ലോക സ്വഭാവത്തിൽ നിന്ന് മാറ്റി സ്വർഗീയനെ പോലാക്കി തീർക്കുന്ന, യേശുവിനെ പോലെ സ്വർഗത്തിൽ വസിക്കുവാൻ കൊള്ളാവുന്നവനായി തീർക്കുന്ന ഈ അത്യന്ത ശക്തി. ഇന്ന് ദൈവസഭകളും ദൈവദാസന്മാരും ദൈവമക്കളിലും കുറവുള്ളതും എന്തുവാണ്? അതിനല്ലല്ലോ പ്രാർത്ഥിക്കുന്നത്. എവിടെയെങ്കിലും മൈഗ്രേറ്റ് ചെയ്യാനോ എവിടെയെങ്കിലും അങ്ങ് പോയാൽ മതി എന്നാണ് പറഞ്ഞത് ഇന്ന ദേശത്ത്. പലരും അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. അങ്ങ് പോയാൽ സ്വർഗമാണെന്നാ വിചാരം. ബാക്കി കരച്ചിൽ പിന്നീട് കേൾക്കാൻ തുടങ്ങുന്നല്ലേ. അല്ലല്ല, വേറൊന്നുമല്ല, കുറച്ചെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് ദൈവഭക്തിയിൽ ജീവിക്കുവാൻ പറ്റുന്നത്. അത് ഏത് ഏഷ്യൻ രാജ്യത്തിലും അത് അവിടുത്തെ രാജ്യത്തിൻ്റെ ഒരു കൾച്ചർ. അവിടെയൊക്കെ റോട്ടി, ഇവിടെ പട്ടികൾ കാണിക്കുന്ന പരിപാടിയാണ് മനുഷ്യരവിടെ റോട്ടി കാണിക്കുന്നത്. ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ കൃപയോടുകൂടി നിൽക്കുമോ? എവിടാ? ആ ദേശശക്തിയെ ജയിക്കാതെ ആ വ്യഭിചാരത്തിൻ്റെ ആത്മാവും അവിടെ വ്യാപരിക്കുന്ന ഒരു മലയാളി കൂട്ടം പോലും കിട്ടാത്ത സ്ഥലങ്ങളിലാണ് എല്ലാവരും പോകുന്നത്. അല്ലെങ്കിൽ കർത്താവ് വായിക്കുന്നിടത്ത് കുടുംബങ്ങൾ പോകട്ടെ, അവിടെ ചെന്നിട്ട് നല്ല സുവിശേഷകരായിട്ട് നിൽക്കട്ടെ. കൂട്ടായ്മ ഇല്ലാത്ത സ്ഥലത്ത് കൂട്ടായ്മകൾ തുടങ്ങട്ടെ. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കട്ടെ. നല്ല കാര്യമാണ്. കർത്താവ് ആദ്യകാലത്തും കർത്താവ് ചെയ്തത് എന്തുവാ? ജനത്തെ ഒന്നിച്ച് ഇവിടെ ഇരുത്താതെ എന്ത് ചെയ്തു? അങ്ങ് ചിതറിച്ചു. കേരളത്തിലും ഈ ദൈവമക്കളെല്ലാം കൂടി ഇവിടെ ഒന്നിച്ച ദൈവദാസന്മാർ ഇവിടെ എല്ലാവരും ഇവിടെ താഴ്ന്നിരിക്കുക. ദൈവം അയക്കുന്നവർ ഓരോ സ്ഥലത്ത് പോകട്ടെ. അത് മണി എക്സ്ചേഞ്ച് വാല്യൂവിന് വേണ്ടിയല്ല. അയ്യോ അവിടുത്തെ 1 രൂപ, ഇവിടുത്തെ ഇത്ര രൂപ, അതിനു വേണ്ടിയല്ല. ഈ നിങ്ങൾക്കറിയത്തില്ല, അവിടെ ചെല്ലുമ്പോൾ അത് ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ്. അവിടെ ചെല്ലുമ്പോൾ കഷ്ടിച്ച് ജീവിക്കാനും വാടക അടയ്ക്കാനുള്ളത് അത് തികയത്തില്ല എന്ന് അവിടെ. അപ്പോൾ ഭാര്യയും മക്കളും കൊച്ചു പിള്ളേർ വരും. 13 വയസ്സ് കഴിഞ്ഞ പിള്ളേരെല്ലാം ജോലി ചെയ്തോളും. 3 ഷിഫ്റ്റൊക്കെ അടിമപ്പണി പോലെ ചെയ്തോളും. കാര്യങ്ങൾ മുമ്പോട്ട് പോകണം അല്ലേ. അവിടെ ദൈവം അയക്കുന്നിടത്ത് പോയാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ആര് ചെയ്യും? എങ്ങും ആരും പോകുന്നതിനോടൊന്നും ഒരു വിയോജിപ്പും പറയുന്നില്ല. ദൈവം അയച്ച് പോകണം. ദൈവം അയച്ച് പോയാൽ ദൈവവേല ചെയ്യും. ദൈവം അയക്കുന്ന കാശുണ്ടാക്കാനല്ല, ദൈവം അയക്കുന്ന ലോർഡ്സ് റെപ്രസെൻറ്റേറ്റീവ്സ്.
അംബാസഡേഴ്സ്, അവിടാണ് അംബാസഡർ എന്നുള്ള പദം വരുന്നത്. ഒരു പ്രതിനിധിയായിട്ടാണ് കർത്താവായി. ഇവിടുന്ന് വചനം പഠിച്ച് ബലപ്പെട്ട് പ്രതിനിധിയായിട്ട് കർത്താവ് വായിക്കട്ടെ. അപ്പം ഇവിടും താൻ പറയുന്നത് നമ്മുടെ എഫെസ്യ ലേഖനത്തിൽ ഇപ്പോൾ 1-ാം അധ്യായത്തിൽ വായിച്ചില്ലേ, എൻ്റെ മേൽ പകരുന്ന അത്യന്ത ശക്തി, അളവറ്റ ശക്തി. 5-ാമത്തെ വാക്യം വായിച്ചാട്ടെ. എന്നിട്ട് സഭയോട് പറയുമ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്തോളാം. വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യും. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ല. 2 കാര്യം ഇവിടെ എഴുതിയേക്കുന്നത്. എക്സാമിൻ യുവർ സെൽഫ്, നോ യുവർ സെൽഫ്. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന 2 വലിയ കാര്യമാണ്. പെട്ടെന്ന് ഇപ്പം നമുക്ക് ചിന്തിച്ച് പോകാൻ പറ്റുന്നതല്ല, വലിയ കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ ഒന്ന് അറിയണം. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ പറയുന്നു. അടുത്തതോട് പറഞ്ഞു നിങ്ങളെ തന്നെ ഒന്ന് അറിയുവീൻ. ഇതാര് ചെയ്യണം? ഈ എക്സാമിനും എന്നെ തന്നെ ഒന്ന് അറിയേണ്ടത് ഞാൻ തന്നെ ചെയ്താലല്ലേ പറ്റൂ. ഇവിടെ എഴുതിയേക്കുന്നത് നിങ്ങൾ വിശ്വാസത്തിലുണ്ടോ എന്ന് നിങ്ങൾ ആരോടാ പറയുന്നത്? ഇന്നോ ഇല്ലോ ആയിരുന്നേ കഴിഞ്ഞിടയ്ക്ക് അവിടെ എനിക്കറിയാവുന്ന ഒരു ദേവദാസനാണ്, ഞങ്ങളുടെ ടീമിലൊക്കെ ഒരു മൂലയ്ക്കൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പേ. താനൊരു ചട്ടമ്പിയായിരുന്നു നേരത്തെ. ഒരു കല്യാണത്തിന് വെച്ചിട്ട് ഒരു ഓവർസിയറിനെ കണ്ടു. പുള്ളി എന്തോ പറഞ്ഞു തനിക്ക് ഇഷ്ടപ്പെടില്ല, ഒറ്റ അടി അങ്ങോട്ട് അടിച്ചു പബ്ലിക്കിൽ വെച്ചിട്ട്. അവിടെ നാട്ടിൽ ചെങ്ങന്നൂർ ഏരിയയിലുള്ള ഒരാളാണ്, എല്ലാവർക്കും അറിയാം. ആ പുള്ളി അപ്പോഴേ ഇത് ചെയ്തു, പുറത്ത് കളഞ്ഞു. ആ പുള്ളി അടുത്ത കൂട്ടത്തിൽ പോയി. അവരിപ്പം പുള്ളി വലിയ പാസ്റ്ററാണ് ഇപ്പോഴും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ കാരണം വേറൊന്നുമല്ല, ചില കാര്യമൊന്നും ഇഷ്ടപ്പെടാത്ത ഓവർസിയർ വല്ലതും ഇഷ്ടപ്പെടാത്ത വല്ല കുറവെല്ലാം പറഞ്ഞാണ്. ഒട്ടനെ പുള്ളി എന്ത് ചെയ്തു? ഒന്ന്, ഈ കൊരിന്തിയർ ഇപ്പം കാശിനും മോശമല്ലേ, എല്ലാത്തിനും അവർക്ക് അത്യാവശ്യം എല്ലാം ഉണ്ട്. ഇപ്പം നല്ലൊരു അഹങ്കാരത്തിൻ്റെ ലെവലിലാണ് അവർ നിൽക്കുന്നത്. നിനക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ? നിന്നെ തന്നെ ഒന്ന് ശോധന. ആരോടാ പറയുന്നത്? ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത 10-35 വർഷമായിട്ട് വിശ്വാസികൾ. നീ ഇപ്പോഴും വിശ്വാസിയാണ്, നിനക്ക് വിശ്വാസം ഉണ്ടോ? നിന്നെ തന്നെ ഒന്ന് ശോധന ചെയ്തേ. അവിടെ വല്ലതും പൗലോസ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്ത് കൊണ്ടേനെ. ഒന്നാമത് താൻ ശാരീരികമായിട്ട് അത്ര ബലമുള്ളവനും അല്ല എന്ന് താൻ തന്നെ പറയുന്നുണ്ട്. കാര്യമായി പോയി. അതുകൊണ്ട് താൻ പറയുന്നത് എൻ്റെ എഴുത്താണ് പവർഫുൾ. പരിശുദ്ധാത്മാവ് തന്നോട് പറഞ്ഞു, താൻ അതുപോലെ അവരോട് സത്യമാ പറഞ്ഞു. ഇത്രയും ജഡിക സ്വഭാവം കൊണ്ട് നടക്കുക, ഇത്രയും ജഡിക സ്വഭാവം കൊണ്ട്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ അത് വായിച്ചാണ് നിർത്തിയത്. ഇത്രയും ജഡിക സ്വഭാവം കൊണ്ട് നടക്കുക. അപ്പോൾ പൗലോസ് നിർത്തുവാണ് ഈ അധ്യായം. എന്തോ പറഞ്ഞു? നീ വിശ്വാസത്തിലുണ്ടോ എന്ന് നിന്നെ തന്നെ എന്ത് ചെയ്യണമെന്ന് എക്സാമിൻ യുവർ സെൽഫ്. അതുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ പരിശോധന, വിശ്വാസം, ആ പ്രത്യാശ, ദൈവസ്നേഹം, വിശ്വാസത്തിൻ്റെ പരിശോധനയൊക്കെ നമുക്കറിയാം. എബ്രായലേഖനം ഒന്ന് വായിച്ചു. എബ്രായലേഖനം 11-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഹീബ്രു 11:17. സ്വന്തം മോനെ യാഗം കഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് കർത്താവ് നോക്കിയിരിക്കുക. കർത്താവ് ആലോചന പറഞ്ഞു, നോക്കിയിരിക്കുക. ദൈവാലോചന അനുസരിക്കും. കർത്താവ് എന്തുവായാലും ലജ്ജിച്ചു പോയില്ല. എന്തു ചെയ്തു? സ്വന്തം മോനെ അങ്ങോട്ട് കൊണ്ട് യാഗം എന്തുവാന്നൊന്നും പറഞ്ഞില്ല. ഒരു കാര്യമുണ്ട്, മേളിൽ ചെല്ലുമ്പോൾ മനസ്സിലാവും. വിളിച്ചുകൊണ്ട് പോയി അമ്മയോട് അനുവാദവും ചോദിക്കാതെ അവിടെ കൊണ്ട് കല്ലൊക്കെ വെച്ചിട്ട് യാഗപീഠം ഉണ്ടാക്കി അതിൻ്റെ മേൽ കിടത്തി കത്തിയെടുത്ത്, ആദ്യം മൃഗത്തെ കൊന്നിട്ടാണല്ലോ യാഗം കഴിക്കുന്നത്. അത് തന്നെ കൊന്ന് കുടലൊക്കെ മാറ്റിയിട്ടാണ് യാഗം കഴിക്കും. ഒരു വിട്ടുവീഴ്ചയും കൂടെ. കത്തി ഉയർത്തിപ്പോഴാണ് കർത്താവ് പറഞ്ഞ നീ പാസ്സായി. ടെസ്റ്റ് എന്ത് ചെയ്തു? നീ അതെന്തു പറഞ്ഞ അനുസരണം, വിശ്വാസം. കർത്താവ് പറയുന്നത് അതുപോലെ വിശ്വസിക്കുക. മോനെ യാഗം കഴിക്കാൻ പറഞ്ഞാൽ, പുതിയ നിയമത്തിലെ ഭാഷയിൽ പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അങ്ങ് സമർപ്പിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്തോണം? അത് മക്കളെ ആണെങ്കിലും അത് നമ്മൾ സ്നേഹിക്കുന്ന എത്ര മിടുക്കരെയാണെങ്കിലും സമർപ്പിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്തോണം? വിശ്വാസത്തിൻ്റെ ടെസ്റ്റ് പാസ്സാകണേ. ഇതാണ് പൗലോസ് തന്നെ. ഹല്ലേലൂയ. നീ വിശ്വാസിയാണോ എന്ന്, നിൻ്റെ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന്. ഇവിടെ നമ്മൾ എബ്രഹാമിൻ്റെ വിശ്വാസം പിന്നെ റോമാലേഖനത്തിലും എബ്രായലേഖനത്തിലും എല്ലാം എടുത്തെടുത്ത് പറയുക. കാരണം എന്നാ? താനൊരു ഉദാഹരണമായി നമ്മളോടെല്ലാം യഹോവയായ ദൈവം പറയുക, എബ്രഹാമിൻ്റെ വിശ്വാസം നോക്കുക. എബ്രഹാമിൻ്റെ വിശ്വാസം അതവർക്ക് നീതിയായിട്ട് കണക്കിട്ടു ദൈവം. അപ്പം നമ്മുടെ വിശ്വാസം, കർത്താവ് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നു, എൻ്റെ കർത്താവ് ദോഷമായിട്ട് എൻ്റെ ജീവിതത്തിൽ ചെയ്യത്തില്ല, എൻ്റെ കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ ഞാനത് അനുസരിച്ചാൽ മതി, ബാക്കി കാര്യം ആരും നോക്കിക്കോളും. നമ്മൾ ശക്തമായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ പോരാട്ടവും ശക്തമായിരിക്കും. പക്ഷെ നമുക്കുള്ളൊരു അഷ്വറൻസ് എന്തുവാ? എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആരുടെ ചിറകിൻ കീഴിലാണ് ഞാൻ. ചിറകിൻ കീഴിൽ ഏതെങ്കിലും കഴുകം വന്ന് കോഴിയുടെ ചിറകിൻ കീഴിൽ മറയ്ക്കുന്ന കൊത്തുമോ? കോഴി അതിനെ കൊത്തി ഓടിക്കും. ഇത് സർവശക്തനായ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിലാണോ ഞാൻ? ഐ എം അണ്ടർ ഹിസ് വിങ്സ്. എൻ്റെ പ്രൊട്ടക്ഷൻ എത്ര ഗ്രേറ്റാണ്. അപ്പം ദൈവം പറയുന്ന അതുപോലെ അങ്ങ് അനുസരിച്ചോണം. അനുസരിക്കുന്നവരാണ് കർത്താവ് പറഞ്ഞത്. അവന് വിശ്വാസം എന്തുണ്ട്? ഉണ്ട്. എബ്രഹാമിൻ്റെ വിശ്വാസം നമ്മളിവിടെ കണ്ടു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന് 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു സഭയോട് പറയുക.
താഴോട്ട് അതിന്റെ 10ാമത്തെ വാക്യം കൂടി വായിച്ചു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. ഇവിടെ ചെറിയ കാര്യമൊന്നുമല്ല, നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു, നിങ്ങൾ ചിലരെ കൊല്ലാൻ പോകുന്നു. ആ 2ാമത്തെ വാക്യത്തിൽ വായിച്ചു, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക, ശോധന ചെയ്യുക. നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ ഈ ദുരുപദേശം പറയുന്നവരെ സഹിക്കുമോ ഇല്ലയോ? അവർ വലിയ ടീംസ് ആയിരിക്കും. ദുരുപദേശം പറയുന്നവരെ ലോകം അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അവർ സെലിബ്രിറ്റി പാസ്റ്റേഴ്സ് ആവും, അവർ വലിയ ഇൻ്റർനാഷണൽ പ്രീച്ചേഴ്സ് ആവും. സത്യവചനം പറയുന്നവരെ പൗലോസിൻ്റെ കൂട്ടുവാകും. അവർ എന്നും ജയിലിലും അടികൊള്ളാനും അല്ലെങ്കിൽ പിശാചിൻ്റെ അടുത്ത് പോരാട്ടം സഹിക്കാനും വില കൊടുക്കുവാനും ഒക്കെ ഉള്ളൂ. പക്ഷേ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മനസ്സിലാവും ആർക്കാ ട്രോഫി കിട്ടുന്നതെന്ന്. അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞതെല്ലാം ഞാൻ സഹിക്കുമ്പോൾ അവിടെ തേജസ്സിൻ്റെ കനം വർദ്ധിക്കുക, അതാണ് എൻ്റെ സന്തോഷം. ആ ഒരു അഷുറൻസ് കർത്താവ് എനിക്ക് പരിശുദ്ധാത്മാവിൽ തരുന്നുണ്ട്. അപ്പം ഇവിടെ പറഞ്ഞു, ഒന്ന്, നിങ്ങൾ ഈ ദുരുപദേശമൊക്കെ എന്ത് ചെയ്യും, ടോളറേറ്റ് സഹിക്കുമോ? 2ാമത് ഇവിടെ 10ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നിങ്ങളെ ചിലർ ഭയങ്കര കഷ്ടത വരും, നിങ്ങളെ തടവിലാക്കും, ഇതൊക്കെ യേശുവിന് വേണ്ടി വലിയ വില കൊടുക്കേണ്ടി വരും, നിങ്ങൾ അവിടെയൊക്കെ നിൽക്കുമോ? ഞാൻ ആ സഭയോട് പറയുക, ഞാൻ നിങ്ങളെ ശോധന ചെയ്യുക. അപ്പം ഇവിടെ ഇപ്പോൾ 2 കാര്യങ്ങൾ എഴുതിയേക്കുന്നു. ഒന്ന് എന്തുവാ ഇവിടെ എഴുതിയേക്കുന്നത്, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. 2ാമത് എഴുതിയേക്കുന്നത്, നിങ്ങളെ തന്നെ അറിയുവിൻ. നമ്മൾ ഈ ശോധന ചെയ്യുമ്പോൾ പത്രോസിൻ്റെ ലേഖനം അവിടെ എഴുതിയിട്ടില്ല, ഈ കഷ്ടതയൊക്കെ സഹിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം ശരിക്കുള്ളത്, സോ ദാറ്റ് ദ ജെന്യുവിൻനെസ് ഓഫ് യുവർ ഫെയ്ത്ത് മൈറ്റ് ബി ടെസ്റ്റഡ് എഴുതിയേക്കുന്നത്. അപ്പോൾ കർത്താവ് ഈ നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത് മുഴുവൻ ഈ വരുന്ന പരീക്ഷകളെല്ലാം നിങ്ങൾ ശരിക്കും വിശ്വാസത്തിലുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളെ ശരിക്കും ഒന്ന് ശോധന ചെയ്യുവാന്ന് എഴുതിയിരിക്കുന്നത്. ഈ കർത്താവിൻ്റെ മേശയുടെ മുമ്പിൽ നമ്മൾ എന്തുവാ ചെയ്യുന്നത്, നമ്മളെ തന്നെ ഒന്ന് ഈ ശോധന ചെയ്യുക, എക്സാമിൻ ചെയ്യുക. നമ്മൾ ഈ ഓരോ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ മീറ്ററിൽ നോക്കും. അതിൻ്റെ മീറ്റർ ആ റെഡ് ലൈനിലോട്ട് കയറുന്നോ, അത് മാറിപ്പോകുന്നോ, നേരെ നിൽക്കുന്നോ. ഗിറ്റാർ ട്യൂൺ ചെയ്യുന്നവരൊരു അതിനൊരു മീറ്ററുണ്ട്, അത് നേരെ നിൽക്കുന്നു. മാറിപ്പോയി കഴിഞ്ഞാൽ നേരെ ആകുന്നത് വരെ നമ്മളത് സ്ട്രിങ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഇവിടെ എല്ലാം നമുക്ക് എല്ലാത്തിനും മീറ്റേഴ്സ് വെച്ചിരിക്കുന്നത് എന്തുവാ, നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ. ദൈവത്തിൻ്റെ വചനം നമുക്ക് മീറ്ററായിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആലോചന നമ്മുടെ വിളി അനുസരിച്ച് നമ്മുടെ മേൽ പകരുന്നതുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ഓരോ കാര്യങ്ങളും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ? ഇത് കഴിഞ്ഞ തിങ്കൾ തൊട്ട് ഞായർ വരെ നടന്നോ? ഈ പറയുന്ന ശോധനയൊന്നും നടന്നില്ലല്ലോ. പിന്നെ നമ്മളോട് എന്തിനാ കർത്താവ് സംസാരിക്കുന്നത്? ഈ വരുന്ന ആഴ്ച എന്ത് ചെയ്യണം? ഇതൊക്കെ നടക്കണം. അല്ലാതെ ഇങ്ങനെ കേട്ടിട്ട് പോകാൻ പറ്റത്തില്ല. കേട്ടിട്ട് ദൈവവചനം അനുസരിച്ചില്ല, അതിനുള്ള ന്യായവിധി ഉണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്. ഞാനും ഇപ്പോൾ ദൈവത്തെ ഭയപ്പെടണം, നിങ്ങളും ഭയപ്പെട്ടാലേ പറ്റും. അതുകൊണ്ട് കേട്ടിട്ട് ചുമ്മാതെ പോകാൻ പറ്റത്തില്ല. കർത്താവ് തള്ളിക്കളയും ദൈവമക്കളെ. സദാകാലം നമ്മളോട് വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ നിൽക്കേണ്ട പോലെ നിന്നേലേ പറ്റൂ. എനിക്ക് അത്ര ആത്മീയമൊന്നും പറ്റത്തില്ല. പിന്നെ എങ്ങനെ സ്വർഗം കിട്ടുന്നത്? ഇത് ആത്മീയതയുടെ കാര്യമല്ലല്ലോ, ഇതൊരു ആത്മീയതയുടെ ഷോയിൻ്റെ കാര്യമല്ലല്ലോ. ഇതൊരു ഉത്തരവാദിത്തമല്ലേ, ഇതൊരു ട്രാൻസ്ഫോർമേഷൻ അല്ലേ, ഇതൊരു രൂപാന്തരം നടന്നുകൊണ്ടിരിക്കുമല്ലേ. കാഹളം ഊതുന്നവരെ നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമല്ലേ. അവസാനം വരെയും കാഹളം ഊതുന്നവരെയും ഈ പ്രക്രിയ, ഈ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ മാറിക്കൊണ്ടിരിക്കുക. എൻ്റെ പാരമ്പര്യ സ്വഭാവം മാറി ഞാൻ യേശുവിനെ പോലാകുക. എനിക്ക് പ്രയോജനമുള്ളവനായ ഞാൻ, ലോകത്തിന് പ്രയോജനമുള്ളവനായ എന്നെ മനുഷ്യരെ പിടിപ്പിക്കുവാൻ നോക്കും. നമ്മളെ ശരിക്കും നമ്മുടെ ഉത്തരവാദിത്വം എന്തുവാ? മനുഷ്യരെ പിടിക്കുന്നവരെ. എത്ര പേരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു? ഒന്നുമില്ലെങ്കിലും വിളിച്ചുകൊണ്ട് വരാൻ കഴിഞ്ഞു. ക്ഷണിക്കാൻ പറ്റുന്നുണ്ടോ? കർത്താവൻ ഞങ്ങളുടെ കൂട്ടായ്മയിലൊന്ന് വന്ന് ദൈവസാന്നിധ്യത്തിൽ ഒരാൾ വന്നാൽ ബാക്കി കാര്യം ചെയ്യുന്നത് ആരാ? നമ്മളാരും അല്ല. നമ്മൾ വിളിച്ചുകൊണ്ട് വന്നാൽ മതി. ദൈവമാണ് ഒരാളെ സ്പർശിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന നമ്മളെയൊക്കെ ഓരോ സ്ഥലത്ത് വിളിച്ചുകൊണ്ട് പോയതാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ബുധനാഴ്ച ഒരു ഭവനത്തിൽ പോയി. അവിടുത്തെ ആ സഹോദരിയുടെ അപ്പൻ എന്നോട് തൻ്റെ സാക്ഷ്യം പറയുമായിരുന്നു. 37 വർഷം മുമ്പേ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ വേണ്ടി വിഷം വാങ്ങിച്ച് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുത്തു. ഞാനും നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് അറിഞ്ഞെങ്കിൽ ഞാൻ മരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് താനും ജോലിയല്ല ചീട്ടുകളി വേണ്ടായിരുന്നു. അവിടുത്തെ കുടുംബത്തെ വിളിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മയ്ക്ക് പോയി. പിറ്റേ ആഴ്ച ഈ പുള്ളിക്ക് ദേഷ്യം വന്നു. ഈ പുള്ളിയും വിളിച്ചുകൊണ്ട് അവർ കൂട്ടായ്മയ്ക്ക് പോയി. അവരുടെ ഒരു ബന്ധു, ഒരു കുടുംബമാണ്, അവർ ഹിന്ദുക്കളായിരുന്നു നേരത്തെ. അവരെ വിളിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മയ്ക്ക് പോയതേ ഉള്ളൂ. അവരെന്ത് ചെയ്തു? കർത്താവിനെ അറിയുവാൻ മുകേഷ് ഭർ ഇവിടേക്ക് നമ്മൾ ഓരോരുത്തരും, ഇവിടേക്ക് എല്ലാവരും, സമുദായത്തിൽ നിന്ന് വന്നവരൊക്കെ എല്ലാവരും ഒരു കൂട്ടായ്മയ്ക്ക് പോയതേ ഉള്ളൂ. അവിടെ ദൈവം നമ്മളെ സ്പർശിച്ചു. ദൈവസാന്നിധ്യം ഉള്ളിടത്ത് ലോർഡ് വിൽ ടച്ച് യു. അത്രയേ ഉള്ളൂ. അതിനകത്ത് ദൈവമാണ് സ്പർശിക്കുന്നത്. ദൈവദാസനോ വിശ്വാസികളുടെ ചിരിയോ ഒന്നുമല്ല. അതൊക്കെ അതിനൊരു കാരണമാണ്. ദൈവസ്നേഹം ആവശ്യമാണ്. പക്ഷെ സ്പർശിക്കുന്നതാരാ? വിളിക്കുന്നതാരാ? ഓ വാ ഹല്ലേലൂയ, മത്തായി നീ ആ ഡെസ്കിൽ ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കും, എന്നെ പിൻപറ്റും. വിളിക്കുന്നതാരാ? വേറൊരാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, വല വീശിക്കൊണ്ട്, വാ എന്നെ പിൻപറ്റുന്നത്. വിളിക്കുന്നത് യേശുവാ, സ്പർശിക്കുന്നത് ദൈവമാ. അത് മറക്കല്ലേ. കൂട്ടായ്മയിലേക്ക് വിളിച്ചുകൊണ്ട് വരുവാനൊക്കെ. അപ്പം നമുക്കിതൊക്കെ എത്രത്തോളം ചെയ്യുവാൻ കഴിയുന്നു?
നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ, എക്സാമിൻ യുവർ സെൽഫ്. അത് കഴിഞ്ഞ് അടുത്ത അവിടെ എന്തോ എഴുതിയേക്കുന്നത്, നിങ്ങളെ തന്നെ അറിയുവീനില്ല. ആദ്യം പറഞ്ഞു നിങ്ങളിൽ വിശ്വാസമുണ്ടോ എന്ന് നിങ്ങളെ തന്നെ ഒന്ന് പരീക്ഷിപ്പിൻ. രണ്ടാമത് ഇവിടെ എഴുതിയിരിക്കുന്നു, യേശു നിങ്ങളിൽ വസിക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം, ഒന്ന് അറിയുവീൻ. നോ ദാറ്റ് ജീസസ് ഡ്വെൽസ് ഇൻ യു. യേശു നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ ഈ പാത്രം വിശുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യണം. പാപത്തിൽ വീഴാതെ, കർത്താവിന് ഇഷ്ടമല്ലാത്ത കാര്യത്തിൽ ഇടപെടാതെ, പാപം തെന്നുന്ന ഏരിയകളിൽ നിന്ന് ഓടി മാറണം ദൈവമക്കളെ. ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ഉദാഹരണമാണ്. ഞങ്ങൾ ചെങ്ങന്നൂർ ആരായിച്ചുകൊണ്ടിരുന്ന ആ ഭവനം, നമ്മുടെ തന്നെ ഒരു ബിൽഡിങ്ങാണ്, അതിൻ്റെ താഴത്തെ നിലയിൽ നമ്മൾ ആരായിച്ചുകൊണ്ടിരുന്നത്. ആ ഭവനത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പൂട്ടിയിട്ട്, അവിടെ ആരും താമസിക്കുന്നില്ല, ഞങ്ങൾ പൂട്ടിയിട്ടിങ്ങി പോരും. ആ മേളത്തെ നിലയിൽ നിന്ന് ആ സ്റ്റെപ്പ് വഴി വെള്ളം താഴോട്ട് കയറിയിട്ട്, എന്തോ ആ ടെറസിൽ മാവ് അതിൻ്റെ അടുത്ത് നിൽപ്പുണ്ട്, അതുപോലെ ടെറസ് ഇല മുഴുവൻ കിടന്നിട്ട് ഇതായിട്ട് കയറി. അവിടെ ആൾക്കാർ താമസിക്കാത്തതുകൊണ്ട് ആ വെള്ളം താഴോട്ട് വന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ മെയിൻ ലിവിങ്, ആ വലിയൊരു ഹോളുണ്ട്, അത് പ്രാർത്ഥിക്കുന്നത് ആ ടൈൽസ്, ആ മൊസൈക്കാണ്, യെസ്, മൊസൈക്കിൽ മുഴുവൻ ഇത്രയും കനത്തിൽ വെള്ളം. ഞങ്ങൾ ആരാധന തുടങ്ങാൻ, സൺഡേ സ്കൂൾ തുടങ്ങുന്നതിന് തൊട്ടുമ്പോൾ, നമ്മൾ ഈ ആരാധന കറക്റ്റ് 15 മിനിറ്റ് മുമ്പ് അവിടെ, അല്ലെങ്കിൽ സൺഡേ സ്കൂൾ തുടങ്ങുന്നതിൻ്റെ 15 മിനിറ്റ് ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കണ്ട സീനാണ്. ഞങ്ങൾ അടുത്തൊരു കുടുംബം വന്നു. അപ്പോൾ ആ കുടുംബത്തിലെ ഒരു മോൻ, എന്നേക്കാൾ ഒരു 10 വയസ്സ് ഇളയത്, അന്ന് ഞാനും ചെറുപ്പം, കല്യാണം കഴിച്ചിട്ടില്ല, തൊട്ടുന്നുമ്പാ. അപ്പോൾ ആ സമയത്ത് ഈ മോൻ അങ്ങോട്ട് ചെന്ന്, അവനും ചെറുപ്പാരോഗ്യമൊക്കെ ഉള്ളവനാണ്, അവരങ്ങോട്ട് ചെന്നിട്ട് ഓടി അങ്ങോട്ട് ചെന്ന് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞൊരു വൈപ്പർ ഒക്കെ ആയിട്ട് ഓടി അങ്ങോട്ട് ചെല്ലുന്നത് കണ്ടിട്ടോ എന്ന് പറഞ്ഞ് വീഴുന്നതാണ്. നമ്മൾ ഈ നോക്കുമ്പോൾ നല്ല ക്ലിയർ നല്ല വെളുത്ത മൊസൈക്കാണ്, ഒരു പ്രത്യേക ടൈൽസ് പോലെ ഇരിക്കും, അത് നല്ല ക്ലിയർ വൈറ്റ് ആയിട്ടിരിക്കുന്നു. അവിടെ ഒരു പച്ചപ്പായാലും കണ്ടില്ല. ഞാൻ വിചാരിച്ചു, ഞാൻ ഈ ലോങ് ജമ്പും ഹൈ ജമ്പിൻ്റെ ആളാണ്, 2 നിലയുടെ മണ്ടയ്ക്കും ചാടി കാലത്തരം നിന്നിട്ടുണ്ട്, ഇതുപോലത്തെ പല കലാപരിപാടി പിള്ളേർ മുമ്പ് ഷൈൻ ചെയ്യാൻ കാണിച്ചിട്ടുണ്ട്, ഇത് പല സ്റ്റണ്ടുകൾ കാണിക്കുന്ന ആളാണ്. പിന്നെ അവന് നിൽക്കാൻ അറിയാത്തതുകൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു മോൻ, അവൻ്റെ പേര് പറഞ്ഞിട്ട് മാറി വിളിച്ചിട്ട് അടുത്ത് അവൻ്റെ, എനിക്ക് കുറേയൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിച്ചു, സ്കിൽസ് ഉണ്ടെന്നൊക്കെ വിചാരിച്ചു. ഈ തള്ളവരിലൊക്കെ നമ്മളിങ്ങനെ അകത്തി വെച്ചിട്ട് ഈ തെന്നാനുള്ള ഏരിയയിലൊക്കെ നമ്മൾ നിൽക്കുമല്ലോ, എവിടാ ഞാൻ അങ്ങോട്ട് 1, 2 എന്ന് സ്റ്റെപ്പ് എടുത്തു. ഇത് വെള്ളം എങ്ങനെയെങ്കിലും അടിച്ച് കളയണ്ടേ, ആരെങ്കിലും അതിനകത്ത് ഇറങ്ങണ്ടേ, എല്ലാവരും ഇങ്ങനെ വെളിയിൽ സിറ്റിംഗ് റൂം തുറന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക, അതിൻ്റെ അകത്ത് കിടക്കുന്ന വെള്ളവും കണ്ടുകൊണ്ട്. അപ്പോൾ ആരെങ്കിലും ചെന്ന് ക്ലീൻ ചെയ്യണ്ടേ, നമുക്ക് പിടിച്ചിരിക്കാമെന്ന് പറഞ്ഞു. 1, 2 എൻ്റെ വീഴ്ച അവൻ്റെ വീഴ്ചയേക്കാൾ വലുതായിരുന്നു. പ്രതീക്ഷിക്കാതെ വീണു. ദൈവം ഇന്നും എൻ്റെ നടു കാത്തു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. തലയടിച്ചില്ല, ഇങ്ങനെ പൊക്കി വെച്ചു, വല്ലാത്ത വീഴ്ച. അന്ന് ഞാനൊരു പാഠം പഠിച്ചു. തെന്നലുള്ള ഏരിയ നമ്മൾ അറിയത്തില്ല, അവിടെ പോയി നിന്നാൽ നമ്മൾ എന്ത് ചെയ്യും, എത്ര സ്റ്റണ്ട് കാണിക്കുന്നവരാണ്, ബാലൻസ് ഉള്ളവരാണ്, തെന്നലുള്ള ഏരിയ നിന്നാൽ തെന്നി വീണിരിക്കും. ഇത് ഞാൻ ഒത്തിരി ബൈബിൾ ക്ലാസ്സിന് പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാര്യം വീഴ്ച അത്രയും ഞാനും മനസ്സിലാക്കിയ നമ്മുടെ ഈ ബാലൻസ് ഒന്നും തെന്നലുള്ള ഏരിയയിൽ നടക്കത്തില്ല, ഇത് തെന്നലില്ലാത്ത ഏരിയയിലേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മളെ വീഴ്ത്താൻ ചാൻസ് ഉള്ള എന്ത് ഏരിയ, അത് ആർക്കേ അറിയത്തുള്ളൂ. നോ യുവർ സെൽഫ് എഴുതിയേക്കാൻ. എന്നെ ആർക്കേ അറിയത്തുള്ളൂ, എനിക്കേ അറിയത്തുള്ളൂ. എൻ്റെ ബലഹീനത ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മുമ്പ് ഞാൻ വെള്ള ഷർട്ടൊക്കെ ഇട്ട് പാസ്റ്റായിട്ടിരിക്കുക. എൻ്റെ ബലഹീനത, എന്നെ ക്ഷീണിപ്പിക്കുന്ന, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അത് പൂർണ്ണമായിട്ട് ചെയ്യുവാൻ കഴിയാതെ എന്നെ പുറമോട്ട് വലിക്കുന്ന ശക്തികൾ, വിഷയങ്ങൾ, പാരമ്പര്യ സ്വഭാവങ്ങൾ ഏതൊക്കെ ഉണ്ട് എന്ന് എനിക്കേ അറിയത്തുള്ളൂ. അതുപോലെ നിങ്ങൾക്കേ അറിയത്തുള്ളൂ. ആ തെന്നുള്ള ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യണം, മാറി നിന്നോണം. ഏതൊക്കെ രീതിയിൽ വളരെ സകല ദീർഘക്ഷമയോടുകൂടി ഇവിടെ കൊരിന്ത്യ സഭയെ പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങളെ വിളിച്ചിരിക്കുന്ന സുവിശേഷകരായിട്ടാണ്, നിങ്ങളുടെ വിളി ശ്രേഷ്ഠമാ, നിങ്ങളുടെ നിത്യത നഷ്ടപ്പെടുത്താനാണ് സാത്താൻ ഈ ജഡിക സ്വഭാവങ്ങളായിട്ട്, ഈ പൊളിറ്റിക്സ്, ഈ മറ്റുള്ളവരുടെ വിഷയം അറിയണം, മറ്റുള്ളവരുടെ വിഷയം ചർച്ച ചെയ്യണം, എന്തൊക്കെ ഏഷ്യനി, കുശുകുശുപ്പ്, എന്തൊക്കെ ഇവിടെ എഴുതിയിരിക്കുന്നില്ലേ, സ്വാർത്ഥത, അസൂയ, ജെലസി, സെൽഫിഷ് ആംബിഷൻസ് എന്നൊക്കെ ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത്. മലയാളത്തേക്കാൾ ഒന്നുകൂടെ നല്ല ശക്തമായിട്ടും ക്ലിയർ ആയിട്ടൊക്കെയാണ് ഇംഗ്ലീഷ് ബൈബിൾ 20ാമത്തെ വാക്യത്തിൽ 12:20 എഴുതിയേക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ മധ്യത്തിൽ ഇപ്പോഴും ഉണ്ടാവുകൊണ്ട് യേശു നിങ്ങളിലുണ്ടോ എന്ന് നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവീൻ. നിങ്ങളെ തന്നെ ഒന്ന്, നിങ്ങൾ ആരാ, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് ചെയ്യണം, നിങ്ങളെ തന്നെ ഒന്ന് അറിയുവീൻ. അത് കഴിഞ്ഞ് 7ാമത്തെ വാക്യം വായിച്ചാൽ, നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കൊള്ളാവുന്നവരായി തോന്നേണ്ടതിനല്ല, നിങ്ങൾ കൊള്ളരുതാത്തവർ എന്ന പോലെ ഇരുന്നാലും നിങ്ങൾ നന്മ ചെയ്യേണ്ടതിനാണ്. ഞങ്ങൾ കൊള്ളരുതാത്തവരാ എന്ന് ആര് പറഞ്ഞു? കൊരിന്ത്യ സഭ. ദേവദാസിന് കൊള്ളത്തുമില്ല, പഠിപ്പിക്കാനും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അപ്പം ഞങ്ങൾ കൊള്ളരുതാത്തവരാ. പക്ഷേ നിങ്ങൾ ആരായി തീരണം? യു ഷുഡ് ബി ക്വാളിഫൈഡ്. ഡിസ്ക്വാളിഫൈഡ്, ക്വാളിഫൈഡ് എന്ന 2 പദമാണ് ഇംഗ്ലീഷ് ബൈബിൾ ഉദ്ദേശിക്കുന്നത്. അവസാനം കാഹളം ഊതുമ്പോൾ എടുക്കപ്പെട്ടില്ലെങ്കിൽ യു ആർ ഡിസ്ക്വാളിഫൈഡ്.
അപ്പം നിങ്ങൾ ക്വാളിഫൈഡ് ആയി തീരുവാൻ, എന്തിനു ക്വാളിഫൈഡ് ആയി തീരുവാൻ? സ്വർഗരാജ്യത്തിൽ വസിക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വാളിഫൈഡ് ആയി തീരുവാൻ, നിങ്ങളെ പണിയുവാൻ. അതിനുവേണ്ടിയാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. നിങ്ങൾ പറയുന്നു പൗലോസ് കൊള്ളത്തില്ല, ഓക്കെ അങ്ങനെ ഇരുന്നോട്ടെ, പൗലോസ് കൊള്ളത്തില്ല അങ്ങനെ ഇരുന്നോട്ടെ. നിങ്ങൾ എന്ത് ചെയ്യണം? കൊള്ളാവുന്നവരായി തീരണം. യു ഷുഡ് ബി ക്വാളിഫൈഡ് ഫോർ ഹെവൻ. ഇത് വിഷയം അറിയുന്നത് കാൾ ഊതുമ്പോൾ മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ജഡീക സ്വഭാവം, കുശുകുശുപ്പ്, ഏഷണി പറച്ചിൽ, അസൂയ, കോപം, കലഹം, സെൽഫിഷ് ആംബിഷൻ, സ്വാർത്ഥത, ഇത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ എവിടെ പോകത്തില്ല ദൈവമക്കളെ? ഉറപ്പില്ല. മരണകരമായ പാപം, കൊച്ചു പാപം ഒന്നുമില്ല. പാപം ഒന്നേ ഉള്ളൂ. ഇതെല്ലാം പാപമാണ്. സ്വർഗത്തിൽ പോകത്തില്ല. അല്പം പോഷ്ക്ക് പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ എവിടെ പോകത്തില്ല? ആരും പോഷ്ക്ക് പറഞ്ഞേക്കല്ല, സ്വർഗത്തിൽ പോകത്തില്ല. പോഷ്ക്ക് പറയുന്നവരും നായ്ക്കളും സ്വർഗത്തിൻ്റെ ഗേറ്റിൻ്റെ വെളിപ്പാട് 22 റെവലേഷൻ ചാപ്റ്റർ 22 22 അധ്യായത്തിൽ എഴുതിയിരിക്കുക, പോഷ്ക്കും നായ്ക്കളും, ഡോഗ്സ് ആൻഡ് ലയേഴ്സ് വിൽ ബി ഔട്ട്സൈഡ് ദ ഗേറ്റ്സ് ഓഫ് ഹെവൻ എന്നാണ് ഇവിടെ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. സ്വർഗരാജ്യത്തിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത്. അതുകൊണ്ട് പോഷ്ക്ക് പറയുമോ ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ എന്തെങ്കിലും കലഹം, അസൂയ, ഒരു കുശുകുശുപ്പും വേണ്ട. എത്ര സന്തോഷമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തുന്ന. ആൾക്കാരെ എൻകറേജ് ചെയ്യുവാൻ, ആൾക്കാരെ ദൈവസന്നിധിയിൽ. അപ്പോൾ ഇതാണ് കൊരിന്ത്യ സഭയെ ക്ഷീണിപ്പിച്ചത്. ഇത് നമ്മളെ ഉപദേശിക്കുന്നതും ബൈബിൾ എഴുതുവാൻ കാരണം ഇത് സഭയെ സ്ഥിരം ക്ഷീണിപ്പിക്കുന്ന ഒരു നമ്പറാണ് സാത്താൻ്റെ. ഇത് നമ്മുടെ അടുത്ത് വേണ്ട. 2 തിമോത്തിയോസ് 2:15 ഒന്ന് വായിച്ചേ. ആരാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്? ഒരു സത്യവേലക്കാരനായി, ലജ്ജിപ്പാൻ കാര്യമൊന്നുമില്ലാത്തവരായി, ദൈവത്തിന് കൊള്ളാവുന്നവരായി തീരുവാൻ ശ്രമിക്കുക. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ക്ലിയർ ആണല്ലോ. സത്യവചനത്തിന് വേണ്ടി ജീവിക്കുന്നവരായി, ലജ്ജിക്കാൻ സംഗതിയില്ലാത്തവരായി, ദൈവത്തിന് ടു ബി അപ്രൂവ്ഡ് ബൈ ഗോഡ്. ദൈവമാണ് സ്വീകരിക്കേണ്ടത്. ആരാമെന്ന് പറയേണ്ടത്? നമ്മൾ ക്വാളിഫൈഡ് ആണ്, സ്വർഗത്തിൽ പോകുവാൻ യോഗ്യരാന്ന് പറയേണ്ടത് സർവശക്തനായ ന്യായം വിധിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ കൊള്ളാവുന്നവരായി തീരും. മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കല്ലേ ദൈവമക്കളെ, കുടുംബക്കാരെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കല്ലേ. ദൈവത്തിനും ഇത് വ്യക്തിപരമാണ്. ഇതിങ്ങനെ അപ്പൻ ഭാര്യയുടെ കയ്യെ പിടിച്ചു പോകുന്ന വഴിക്ക് ഇങ്ങനെ ഭാര്യ മക്കളുടെ കയ്യെ പിടിച്ചു എല്ലാവരും ഇങ്ങനെ ചെയിനായിട്ട് ഇങ്ങനെ പോകുന്ന പരിപാടിയൊന്നുമല്ല. കാഹളം ഊതുന്ന വരെ ഉള്ളൂ കുടുംബ ബന്ധം. കാഹളം ഊതിക്കഴിഞ്ഞാൽ യേശുവുമായിട്ടേ ബന്ധമുള്ളൂ. അത് നേരത്തെ അങ്ങ് പറഞ്ഞേക്കാം. ഈ കുടുംബ ബന്ധം താൽക്കാലിക ബന്ധമാണ്. വിഷമമായിരിക്കും, ഞാനും അത് അംഗീകരിച്ചാലേ പറ്റൂ, മനസ്സിലാക്കിയാലേ പറ്റൂ. ഈ താൽക്കാലിക ബന്ധത്തിന് വേണ്ടി നിത്യബന്ധത്തെ നശിപ്പിക്കേണ്ട. നമ്മളെല്ലാവരും വിളിച്ച വിളി അനുസരിച്ച് വിശ്വസ്തരാകണം. ദൈവത്തിന് മുമ്പിൽ കൊള്ളാവുന്നവരായി തീരുവാൻ ശ്രമിക്കണം. എന്ന് വിചാരിച്ച് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കണം എന്നല്ല, കുടുംബത്തിലുള്ളവരെയും കൂടി എൻകറേജ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെയും കൂടി ദൈവത്തിന് മുമ്പിൽ അപ്രൂവ്ഡ് ആക്കി തീർക്കുവാൻ, ക്വാളിഫൈഡ് ആക്കി തീർക്കുവാനാണ് കുടുംബം എന്നുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ദൈവം ഒരുക്കിയിരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 2:4 അവിടെ എല്ലാം പറഞ്ഞ ദൈവത്തിന് മുമ്പിൽ കൊള്ളാവുന്നവർ, ടു ബി അപ്രൂവ്ഡ് ബൈ ഗോഡ്. എത്ര വ്യക്തമാ ഇപ്പം ഞാൻ വായിച്ച 2 വാക്യവും സമയച്ചുരുക്കൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വളരെ പ്രാധാന്യതയുള്ള വാക്യമാണ്. 1, ദൈവത്തിൻ്റെ വചനം എന്നെ ഭരമേൽപ്പിക്കേണ്ടതിന്. ദൈവത്തിന് മുമ്പിൽ ദൈവത്തിന് തോന്നണം ഈ ശുശ്രൂഷ എന്നെ ഏൽപ്പിക്കാം. ദൈവത്തിന് തോന്നണം അഭിഷേകവും കൃപാവരവും എന്നെ ഏൽപ്പിക്കാം. ദൈവത്തിന് തോന്നണം ഞാനത് ഏൽപ്പിച്ചാൽ അവരത് എൻ്റെ നാമം മുന്തിരിത്തോട്ടത്തിൽ, വയൽ പ്രദേശത്തിൽ, അല്ലെങ്കിൽ സ്തോത്ര കർത്താവിൻ്റെ വേലയ്ക്ക് അത് സ്വർഗത്തിന് പ്രയോജനമായിട്ട് ഉപയോഗിക്കും എന്ന് ആർക്ക് തോന്നണം? അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുക, എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വചനം, ഞാനത് കറക്റ്റായിട്ട് അത് കൈകാര്യം ചെയ്യും. മനുഷ്യരെ പ്രസാദിപ്പിക്കത്തില്ല, ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുമെന്ന് ദൈവത്തിന് തോന്നിച്ചാണ് ആ വെളിപ്പാടുകൾ, ആ അഭിഷേകം, കൃപാവരങ്ങൾ, വചന വെളിപ്പാടുകളൊക്കെ കർത്താവ് എനിക്ക് തരണം. അതിന് ഞാൻ യോഗ്യനാക്കി തീർക്കണം. അതിൻ്റെ 1ാമത്തെ ക്വാളിറ്റിയാണ് എഴുതിയിരിക്കുന്നത്. മനുഷ്യനെ പ്രസാദിപ്പിക്കാതെ ആരുടെ മുമ്പിലാണ്? ദൈവത്തിന് മുമ്പിൽ. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന, ഞാൻ ഈ വാക്യത്തിൽ തിരിച്ചവിടെ വാക്യത്തിലേക്ക് വരാം. 1, എക്സാമിൻ യുവർ സെൽഫ്. 2, നോ യുവർ സെൽഫ്. നിങ്ങളെ തന്നെ ശോധന ചെയ്യുക, നിങ്ങളെ തന്നെ അറിയുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ശോധന ചെയ്യുമ്പോൾ, ഞാൻ ഇപ്പം നിൽക്കുന്ന പൊസിഷൻ എവിടാ? ഈ ഗൂഗിൾ മാപ്പിൻ്റെ അകത്ത് അങ്ങനല്ലേ, എത്തേണ്ട സ്ഥലം ഡെസ്റ്റിനേഷൻ അല്ലേ? ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലം എവിടാ? ഇവിടുന്ന് ഒത്തിരി യാത്ര ചെയ്യാനായിട്ടുണ്ട്. ട്രാഫിക്കും പല കാര്യം, മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി സമയമെടുക്കും അവിടെ എത്താൻ. പക്ഷേ നമുക്ക് സമയമുണ്ടോ? ഇല്ല. കാഹളം ഊതാനുള്ള സമയം അടുത്തു. യേശുവിനെ പോലായി തീരുവാൻ അല്പസമയമേ ഉള്ളൂ. ഒത്തിരി മാറ്റം നമ്മുടെ ജീവിതത്തിൽ, എല്ലാ ഏരിയകളിൽ ഒത്തിരി, നമ്മുടെ ഏരിയകളെല്ലാം ഒന്ന് മാറേണ്ടതായിട്ടുണ്ട്. ദൈവം അതിന് വേണ്ടി സഹായിക്കട്ടെ. 8ാമത്തെ വാക്യം, സത്യത്തിന് അനുകൂലമല്ലാതെ
നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ഒന്നും ഭേദഗതി വരുത്തുവാനോ ഓൾട്രേഷൻ വരുത്തുവാനോ കോംപ്രമൈസ് ചെയ്യുവാനോ ഒന്നും പറ്റത്തില്ല. സത്യമല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും പഠിപ്പിക്കുവാൻ പറ്റത്തില്ല. കാര്യം സത്യാത്മാവാ ഞങ്ങളിൽ വസിക്കുന്ന, സത്യവചനം ഘോഷിക്കുവാനാണ് ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. അവിടെ വിശ്വാസികൾ ഉണ്ടാകത്തില്ല. അയ്യോ ഞാനങ്ങനെ പറഞ്ഞാൽ ആ കുടുംബം വിട്ടുപോകും. പോകുന്നവരൊക്കെ പോട്ടെ. കർത്താവ് പോയിട്ട് ഇവിടെ 1000 കുടുംബം ഉണ്ടെങ്കിൽ എന്നാ കാര്യം? അതുകൊണ്ട് കർത്താവ് കണ്ടിരിക്കുന്ന കുടുംബങ്ങൾ ഇവിടെ നിൽക്കുകയും ചെയ്യും. കർത്താവ് നമ്മുടെ മധ്യത്തിൽ വസിക്കും. ഇനിയും പുതിയ കുടുംബങ്ങൾ വരും. വചനത്തിനൊരു വിട്ടുവീഴ്ചയുമില്ല. ഇവിടെ എഴുതിയിരിക്കുക, സത്യമല്ലാതെ ഞങ്ങൾക്ക് വേറെ എന്താ പ്രസംഗിക്കാൻ പറ്റുന്ന? സത്യം മാത്രമേ ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഇത് ലാസ്റ്റ് അധ്യായമാണ്. അത് പറഞ്ഞ് കൊരിന്ത്യർ സഭയോട് പറയുക. ഇനി 3ാമത്തെ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് വരും. അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? രൂപാന്തരം വന്നേലേ പറ്റൂ എന്ന് വാൺ ചെയ്തുകൊണ്ടാണ് 9ാമത്തെ വാക്യം. ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ശക്തരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങളുടെ യഥാസ്ഥാനത്തിനായി തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വത്രം. ഞങ്ങൾ ബലഹീനരായി തീർന്നാലും കുഴപ്പമില്ല. നിങ്ങൾ എന്തായി തീരണം? യു ഷുഡ് ബി കംപ്ലീറ്റ്. ശക്തരായി തീരണം അവിടെ എഴുതിയേക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നത് യു ഷുഡ് ബി കംപ്ലീറ്റ്. താഴോട്ടും അത് തന്നെയാണ്, ഒരു കംപ്ലീറ്റ് എന്നുള്ളൊരു പദമാണ് അവിടെ. 11ാമത്തെ വാക്യം കൂടി വായിച്ചേ. യഥാസ്ഥാനപ്പെടുവീൻ എന്ന് എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന ബി കംപ്ലീറ്റ്. അതുകൊണ്ട് ഒടുവിൽ സഹോദരന്മാരെ ഫെയർവെൽ എന്ന് പറഞ്ഞ് ബൈ ബൈ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ബി കംപ്ലീറ്റ്. കംപ്ലീറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്തുവാ കുഞ്ഞുങ്ങളെ? യെസ്, ഇൻകംപ്ലീറ്റ് എന്തുവാ? സ്ഥിരം ടീച്ചർമാരിങ്ങനെ വട്ടം വരച്ച് ഹോംവർക്ക് എഴുതാത്ത പിള്ളേർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ടീച്ചർ ഇൻകംപ്ലീറ്റ് എന്ന് എഴുതിയിട്ട് ഒരു വട്ടവും വരയ്ക്കും. ചുമന്ന പേന വെച്ചൊരു വട്ടവും വരയ്ക്കും. എന്ന് ഹോംവർക്ക് ചെയ്യത്തില്ല. ഇൻകംപ്ലീറ്റ് പറഞ്ഞാൽ പകുതിയെ മനസ്സിലാകത്തുള്ളൂ, അതിൻ്റെ പകുതിയെ ചെയ്യത്തുള്ളൂ. എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഒരു പാസ്സാവും. അതുകൊണ്ട് ഇൻകംപ്ലീറ്റ് വേണ്ട. ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? കുറേ ഏരിയയിലൊക്കെ അതിൻ്റെ മാറ്റം ഉണ്ടല്ലോ. വിശ്വാസത്തിലൊക്കെ കൊള്ളാം, കുറേയൊക്കെ മറ്റുള്ളവരെക്കാൾ ഭേദമാണ്. നോ, ബി കംപ്ലീറ്റ്. കംപ്ലീറ്റ് ആരാ? പൂർണ്ണൻ യേശു മാത്രമേ ഉള്ളൂ. യേശുവിനെ പോലും പൂർണ്ണരാക്കി തീർക്കുവാനാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ പണിയും കർത്താവ് ചെയ്യുന്നത്. അതുകൊണ്ട് 9ാമത്തെ വാക്യത്തിലും 11ാമത്തെ വാക്യത്തിലും നമ്മൾ ഒരു പദമാണ് കാണുന്നത്. പൂർണ്ണരായി തീരുവീൻ, ബി കംപ്ലീറ്റ്, യഥാസ്ഥാനപ്പെടുക. അവിടെ ഒരു 6-7 പോയിന്റാണ് എഴുതിയിരിക്കുന്നത്. ഒരു പൂർണ്ണരായി തീരുവാൻ. ഈ പൂർണ്ണത എപ്പോഴും ബൈബിളിലെ കണക്കനുസരിച്ച് 7 എന്നാണല്ലോ. അപ്പം 1 പൂർണ്ണരായി തീരുക. 2ാമത് യെസ് യെസ് 6-7 പോയിന്റ് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിർത്തുക, ഫെയർവെലോട് നിർത്തുക, ആശീർവാദത്തോട് നിർത്തുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. അല്ലെങ്കിൽ വിശ്വാസികളായിരിക്കും, പണ്ട് ഒത്തിരി കർത്താവിന് വേണ്ടി ചെയ്ത് കാണും, കൃപാവരങ്ങളൊക്കെ പണ്ടുണ്ടായിരിക്കാം. കർത്താവ് സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ. സി, എവറി പ്രോമിസ് ഈസ് ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. ഇവിടുത്തെ കണ്ടീഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഇന്ന കാര്യത്തിൽ പൂർണ്ണരായി തീർന്ന് യഥാസ്ഥാനപ്പെടുക. പഴയതിനേക്കാൾ ശക്തമായിട്ട് നിൽക്കുക, വിളിച്ച വിളി പോൽ നിൽക്കുക, രൂപാന്തരപ്പെടുക, പുതിയ തീരുമാനങ്ങൾ എടുക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ. ഏത് പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും സമാധാനത്തോടെയായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കും. എന്നിട്ട് ആ വലിയ ദൈവസ്നേഹത്തോട് പങ്കിടുന്നത്. യെസ് പറഞ്ഞു 12-13 അവിടെ എഴുതിയേക്കും. തെസ്സലോനിക്ക ലേഖനത്തിൽ മാത്രമല്ല, ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? വിശുദ്ധ ഇവിടും അവിടുമാണ് എഴുതിയിരിക്കുന്നത്. വിശുദ്ധ ചുമ്മനം, പിന്നെ ദൈവസ്നേഹമാണ്. യെസ്, വിശുദ്ധ ചുമ്മനത്തോട് അന്യോന്യം വന്ദനം ചെയ്യുവീൻ. ഇവിടെ നിന്നുള്ള വിശുദ്ധന്മാർ അങ്ങോട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, വന്ദനം ചെയ്യുന്നു. നിങ്ങളും അവിടെയുള്ള വിശുദ്ധന്മാർ തമ്മിൽ. ഈ വിശുദ്ധന്മാരാണ് പെന്തിക്കോസുകാരല്ല, വിശുദ്ധന്മാർ തമ്മിലുള്ള ഒരു പ്രത്യേക സ്നേഹം. അവരാണ് കർത്താവിൻ്റെ കുടുംബം. അവരിലാണ് പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നത്. എന്നിൽ വ്യാപരിക്കുന്ന ആത്മാവും നിങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഒന്നാണെങ്കിൽ നമ്മൾ തമ്മിൽ ചേരും. വലിയ ദൈവസ്നേഹമായിരിക്കും. അവിടെ ചേർച്ചക്കുറവുകൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസമുണ്ട്. കർത്താവ് നമ്മളെ പണിയും. എല്ലാവരും ഒരാത്മാവിനാലുണ്ട്. ആ വലിയ ദൈവസ്നേഹം പറഞ്ഞിട്ടാണ് അവസാനം നമ്മളെപ്പോഴും ആശീർവാദത്തിന് വായിക്കുന്ന ആ വാക്യം 14ാമത്തെ വാക്യം. ക്രിസ്തുവിൻ്റെ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. കൃപയില്ലാതൊന്നും പറ്റത്തില്ല. പൗലോസ് കഴിഞ്ഞ അധ്യായത്തിൽ ഓർപ്പിച്ചില്ലേ, മറ്റുള്ളവരെക്കാൾ കൂടുതൽ എനിക്ക് അധ്വാനിക്കാൻ പറ്റിയത് കർത്താവിൻ്റെ കൃപയാൽ. ഇന്ന് ഞാൻ ആയിരിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചില്ല, എല്ലാവർക്കും അത് വലിയ ഇഷ്ടമാണ് പറയാൻ. പണ്ട് എനിക്ക് അധികമൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ എനിക്ക് ആവശ്യത്തിലും അധികം കൃപയാൽ. അതിനെപ്പറ്റി ഇന്നേ വരെ പൗലോസ് പറഞ്ഞിട്ടില്ല. പൗലോസ് ശരിക്കും നിന്നൊരു വ്യക്തിയായതുകൊണ്ട് പറഞ്ഞു, പണ്ട് എനിക്ക് ഉള്ളതൊന്നും എനിക്കിപ്പം ലാഭമായതുള്ളതൊക്കെ കർത്താവിന് വേണ്ടി വേണ്ടാന്ന് വെച്ചു. പക്ഷേ
കർത്താവിൻ്റെ വേലയിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ കർത്താവിന് വേണ്ടി കഷ്ടപ്പെടുവാനും വില കൊടുക്കുവാൻ കൃപയാൽ, മറ്റുള്ളവരെക്കാൾ കൂടുതൽ വെളിപ്പാടുകൾ എനിക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞത് കൃപയാൽ, മറ്റുള്ളവരെക്കാൾ കൂടുതൽ രാജ്യങ്ങളും ഭൂഖണ്ഡത്തിലും വിശ്രമം കൂടാതെ തൻ്റെ ശരീരത്തിൻ്റെ ബലഹീനത ക്ഷീണങ്ങളൊന്നും നോക്കാതെ തനിക്ക് യാത്ര ചെയ്യുവാൻ കഴിഞ്ഞത് എന്തുവാ? കർത്താവിൻ്റെ മരിച്ചവനെ പോലെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചില്ലേ, ലൂസ്രയിൽ മരിച്ചവനെ പോലെ ആൾക്കാരെല്ലാം അവിടെ തന്നെ. ശിഷ്യന്മാരെല്ലാം തന്നെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി എറിഞ്ഞതാ. ഞരമ്പുകളൊക്കെ പൊട്ടിക്കാണും, ആർട്ടറിയൊക്കെ പൊട്ടി ബ്ലീഡിങ് ആയി കാണും. മരിച്ചു 3-ാം സ്വർഗത്തോളം ഞാൻ 14 വർഷം മുമ്പ് ഒരു വ്യക്തിയെ ഞാൻ അത് എടുക്കപ്പെട്ടു. ശിഷ്യന്മാരെല്ലാം ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം താൻ എന്ത് ചെയ്തു? ബർന്നബാസുമായിട്ട് ദർബയിൽ പോയി പിറ്റേ ദിവസം എന്ത് ചെയ്തു? ക്രിസ്തുവിനെ പ്രസംഗിച്ചു. എന്തൊരു എരിവായില്ലേ! നമ്മളാണെങ്കിൽ ആ ഒരു ഒറ്റ കല്ലേറും ആർട്ടറി മുറിഞ്ഞ മതി, നമ്മൾ 6 മാസം റെസ്റ്റ് എടുക്കും. അത് ശരിയാകണ്ടേ? പഴയ പോലെ ഉറക്ക ശബ്ദമായിട്ട് നമുക്ക് പ്രസംഗിച്ചാൽ ബ്ലഡ് അതിനെ കൂടി ചീറ്റത്തില്ലേ? ഇതൊന്നും വിഷയമല്ല. എൻ്റെ ജീവൻ നിലനിർത്തുന്നത് യേശുവാണ്. ആരോഗ്യം തരുന്നത് ആരാ? യേശുവാ. സ്തോത്രം. ആ യേശുവിന് വേണ്ടി സംസാരിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ ആരോഗ്യം കിട്ടും ദൈവമക്കളെ? ആ യേശുവിന് വേണ്ടി നിന്നില്ല പിന്നെ എങ്ങനെ സമാധാനം കിട്ടും? അതുകൊണ്ട് കൃപയ്ക്കായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. യേശുവിന് വേണ്ടി നിൽക്കാൻ നമ്മൾ വിളിച്ചിരിക്കുന്ന ഈ കാലയിൽ നമ്മുടെ മേൽ പകരുന്ന ബലത്തിൻ്റെ പേരാണ് കൃപ. നമ്മളെ ബലഹീനതകളെല്ലാം മാറ്റി നമ്മളെ ശക്തരായി നിർത്തുന്ന ഒരു ദൈവശക്തി, ഒരു അത്യന്ത ശക്തിയെ പറ്റിയാണ് ഇവിടെ എല്ലാം പൗലോസ് പറഞ്ഞ് വീണ്ടും വീണ്ടും സഭയെ ഓർപ്പിച്ചിരുന്നു. പരിശുദ്ധാത്മാവ് പകൽക്കാലം നമ്മളെ ഓർപ്പിക്കുന്നു. ദൈവമക്കൾ ഈ ദിവസങ്ങൾ ദേശത്തെ പ്രവർത്തനത്തിന് വേണ്ടി ഒരു ഉത്തരവാദിത്വം എടുത്ത് ശക്തമായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഒന്നുകൂടി ഞാൻ ഓർപ്പിക്കുന്നു. ആ ഉത്തരവാദിത്വം ചെയ്താൽ അതിൻ്റെ അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്ന് പ്രാപിക്കും. ഈ ഒരാഴ്ച മുഴുവൻ നമുക്ക് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അതിൻ്റെ ഇടയ്ക്ക് സമയം വേർതിരിക്കണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.